യം ശൈവാഃ സമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. അദ്വൈതബോധാബ്ജസഹസ്രരശ്മിഃ ശാന്തേർലതായാഃ കില കൽപവൃക്ഷഃ സംസാരസന്താപവിനാശചന്ദ്രഃ കൃഷ്ണഃ സദാഹ്ലാദകരോ മമാസ്തു. ശ്രീമദ്ഭാഗവതം പുരാണമമലം യദ്വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ തത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം യച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേന്നരഃ. യച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേന്നരഃ. ഹരിഃ ഓം ഹരിഃ ഓം ഹരിഃ. ഒരു 3 തവണ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് ഓംകാരം ജപിക്കാം. ഇത്രയും കാലത്തെ പരിചയത്തിൻ്റെ പേരിൽ പുതിയതായി വന്നവരടക്കം മടി കാണിക്കില്ല എന്ന് വിചാരിക്കുക. ദാ കണ്ണടച്ച് നിവർന്നിരുന്ന് മനസ്സും ഹൃദയവും തുറന്നങ്ങോട്ട് ജപിക്കുക. ഇത് മാത്രമേ കൂട്ടായിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള യജ്ഞങ്ങളും യാഗങ്ങളുമൊക്കെ ആചാര്യന്മാരും ഋത്വിക്കുകളുമൊക്കെ സാമഗ്രികൾ ഉപയോഗിച്ച് അഗ്നികുണ്ഡത്തിൽ ചെയ്യുന്നതാണ്. ഇത് മാത്രം നമ്മുടെ ശരീരത്തിലുള്ള അഗ്നി പ്രയോഗിച്ച് ശബ്ദം നമുക്ക് തന്നെ ധ്വനിപ്പിക്കാം. അതാണ് ഏറ്റവും വിശേഷപ്പെട്ട യജ്ഞം. ഇതാ ഓ പോരാ. ഓ ഹരിഃ ഓം തത്സത്. ജയഗുരു. ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന പാരമഹംസ്യ സംഹിത എന്താണ്? അതിൻ്റെ ഉള്ളടക്കം എന്ത്? ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന മഹാഗ്രന്ഥം ശാസ്ത്രവും നാമും തമ്മിലുള്ള ബന്ധം എന്ത്? ഇതൊക്കെ കുറേ കൊല്ലങ്ങളായി പലരും നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ടാവും. എത്ര പറഞ്ഞു കേൾപ്പിച്ചാലും ഈ ശ്രീമദ് ഭാഗവതം ഇന്നതാണ് പ്രതിപാദിക്കുന്നത് എന്ന് ഗ്രഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഗ്രഹണത്തിൻ്റെ ശരിയായ സ്വരൂപം പലതും തള്ളിക്കളഞ്ഞ് വെട്ടിച്ചുരുക്കി അവസാനം ഒരു കേന്ദ്ര ബിന്ദു എന്നതുപോലെ ഒരു പോയിന്റിൽ എത്തിച്ചേരണം. അപ്പോഴാണ് നമുക്ക് ഗ്രഹണം സമർത്ഥവും സഫലവും സമ്പൂർണവുമാകുക. അപ്പം ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് പരമാർത്ഥത്തെ ഉദ്ബോധിപ്പിക്കുന്നതാണ്. ആ ഉദ്ബോധനം എങ്ങനെയാ? പരീക്ഷത്തിന് ശുഗമുനി പറഞ്ഞു കൊടുത്തതുപോലെയുള്ള ഉദ്ബോധനമാകണം. ആത്മദാഹത്തോടുകൂടി കേൾക്കുന്നവർക്ക് ആ ശ്രവണം വഴി തന്നെ അറിയേണ്ട കാര്യങ്ങൾ മുഴുവൻ അറിഞ്ഞ് അവരെ അറിയിപ്പിച്ച് അവസാനം ആ അറിവിലൂടെ അവർക്കെന്ത് ലഭിക്കണമോ അത് കൈവരണം.
കൈവരിപ്പിക്കണം. ഇതാണ് കഥനത്തിൻ്റെയും ശ്രവണത്തിൻ്റെയും ഉദ്ദേശം. കഥനം അങ്ങനെ ആവണം, ശ്രവണയും അതുപോലെ ആകണം. ഇത് രണ്ടും ആവുമോ എന്നുള്ള കാര്യം ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ശ്രീമദ് ഭാഗവതത്തിൽ എല്ലാം കൂടി 12 സ്കന്ധമാണ്. ആ 12 സ്കന്ധത്തിൽ 10ാമത് സ്കന്ധത്തിലാണ് ശ്രീകൃഷ്ണൻ്റെ ജന്മവും അതിൽ തന്നെയാണ് ശ്രീകൃഷ്ണൻ്റെ പല വിധത്തിലുള്ള വിശേഷ പ്രവൃത്തികളും സാഹസങ്ങളും പരാക്രമങ്ങളും നേട്ടങ്ങളും എല്ലാം തന്നെ ഉള്ളത്. ആ 10ാമത്തെ സ്കന്ധം പരിസമാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രവേശിക്കാൻ പോകുന്നത് മുക്തിസ്കന്ധം എന്ന് പറയുന്ന ഏകാദശത്തിലേക്കാണ്. ഈ മുക്തിസ്കന്ധം എന്നൊരു വാക്ക് ഈ കേരളത്തിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഇല്ല. ദശമം, ഏകാദശം, ദ്വാദശം അങ്ങനെയൊക്കെ അങ്ങനെ പറയും. മുക്തി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മനസ്സിന് എല്ലാ വിധത്തിലുമുള്ള മോചനം. മനസ്സിനുള്ള മോചനം എവിടുന്ന? ദുഃഖത്തിൽ നിന്ന്, ദുരിതത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്. ബുദ്ധിക്കുള്ള മോചനമോ? അജ്ഞാനത്തിൽ നിന്നും സംശയത്തിൽ നിന്നും. അഹങ്കാരത്തിനുള്ള മോചനമോ? അഹങ്കാരത്തിൻ്റെ തേമാനം അതില്ലാതെ ആയിത്തീരുക. ഞാനല്ല, എൻ്റെ സ്ഥാനത്ത് ഈശ്വരനാണ്, എൻ്റെ സ്ഥാനത്ത് പരമാത്മാവാണ്, പരമേശ്വരനാണ്. ഞാൻ എന്ന് പറയുന്നുണ്ടെങ്കിലും ആ ഞാൻ നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന പെന്നിൻ്റെ തുമ്പ് പോലെയേ ഉള്ളൂ. ആ തുമ്പാണോ എഴുതുന്ന സമയത്ത്? അല്ല. എന്നാൽ തുമ്പിലൂടെയല്ലേ എഴുത്ത് പുറത്തു വരണത്? അതെ. അതേപോലെ ആവണം നമ്മുടെ അഹങ്കാരം. ഇങ്ങനെ നമുക്ക് മുക്തി എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റേതായ മോഹത്തിൽ നിന്നുള്ള നിർഗമനം, അതിൽ നിന്ന് രക്ഷപ്പെടൽ, ആശയത്തെളിച്ചം ബുദ്ധിക്ക് ഉണ്ടാവുക. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. ഈ മുക്തി പ്രദാനം ചെയ്യുന്നതും ആ മുക്തി എന്താണെന്ന് വിവരിക്കുന്നതുമാണ് ഏകാദശ സ്കന്ധം. ആ മുക്തിസ്കന്ധത്തിൻ്റെ തുടക്കം എങ്ങനെയാ? ശ്രീകൃഷ്ണൻ തൻ്റെ കൃത്യങ്ങളെല്ലാം നിർവഹിച്ച് ദ്വാരകയിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സംഭവം അവിടെ നടന്നതിനെ പറ്റി ഇങ്ങനെ ഭാഗവതമാണല്ലോ, അപ്പോൾ പറയുകയാണ്. അപ്പോൾ ശ്രീകൃഷ്ണൻ ഇരിക്കുന്ന സമയത്ത് ഗോവിന്ദഭുജഗുപ്തായാം ദ്വാരവത്യാം കുരുദ്വഹ അവാസീൻ നാരദോ ഭീക്ഷ്ണം കൃഷ്ണോപാസനലാലസഹ. ഈ നാരദ മഹർഷിക്ക് കൃഷ്ണനെ ഉപാസിക്കാൻ വലിയ ഇഷ്ടമാണ്. അതിൽ അദ്ദേഹത്തിന് ഒരു ലാലസ്യം, ഒരു ലാലസ തന്നെയുണ്ട്. അങ്ങനെ ശ്രീകൃഷ്ണനെ കാണാനും അദ്ദേഹത്തിൻ്റെ അടുത്ത് പെരുമാറാനും സാധിച്ചാൽ എന്തെങ്കിലും സേവനങ്ങൾ ചെയ്യാനും പറയുന്നത് കേൾക്കാനുമൊക്കെ താല്പര്യത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പലരും ക്ഷേത്രങ്ങളിലേക്ക് പോകുന്ന ആളാണ്. ഗുരുവായൂരിലേക്കൊക്കെ പോവും, ശബരിമലയ്ക്കൊക്കെ പോവും. അവിടെ പോകുന്ന സമയത്ത് ഗുരുവായൂരപ്പനോ ശബരിമല ശാസ്താവോ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? എന്താ മിണ്ടാത്തെ? ഇല്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. എന്താ കാരണം? ഗുരുവായൂരിൽ അലങ്കരിച്ച് നിൽക്കുന്ന വിഗ്രഹത്തിനെ കാണാനും തൊഴാനും കണ്ണടച്ച് എന്ന് പറയാനും അനവധി ആൾക്കാരുണ്ടാവും. എന്നാൽ ആ ശ്രീമദ് ഭാഗവതം ഭഗവാനടക്കം പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിക്കുന്നത് ഭക്തന്മാരും പണ്ഡിതന്മാരും പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ ഇതിൻ്റെ ആനുപാതികമായി 1% പേരും കൂടി അവിടെ പോവില്ല. എന്താ അതിനർത്ഥം? ഭഗവാൻ പറയണത് കേൾക്കാൻ നിങ്ങൾ ആരും തയ്യാറില്ല എന്നർത്ഥമാണ്. ഭഗവാൻ പറയാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളൊക്കെ ചെയ്തതൊക്കെ സ്വീകരിച്ചിട്ട് പറയും, എനിക്ക് നിന്നെ നോക്കുമ്പോഴേ നിൻ്റെ ഹൃദയത്തിൽ ഇന്ന കോട്ടങ്ങളും വാട്ടങ്ങളും ഉണ്ടട്ടോ, ഇതൊക്കെ ഒന്ന് മാറ്റണേ. വീട്ടിൽ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും അയൽവക്കക്കാരോട് പെരുമാറുന്നതും ഒന്നും ശരിയാവണില്ല എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമെന്ന് തോന്നുന്നുണ്ടോ? എന്താ മിണ്ടാത്തേ? ഒന്നിലോ ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. ഇപ്പോൾ ഒരു മിണ്ടാത്ത ദൈവത്തിനെ കണ്ട് നമ്മൾ കൊടുക്കണതൊക്കെ മേടിച്ച് ഒരക്ഷരം ഇങ്ങോട്ട് മിണ്ടാതെ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ പോയേ ധാരാളം കൊടുത്തേ ഒക്കെ ഏമന എന്ന് വിചാരിച്ച് മടങ്ങി വരുന്നു. ഭഗവാൻ നിങ്ങളെ നോക്കി നിങ്ങളുടെ ഉള്ളിലുള്ള കള്ളികളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയ എനിക്ക് തോന്നുന്നില്ല ഇത്രയും ആൾക്കാർ ഭഗവാനെ കാണാനോ ശബരിമലയ്ക്കോ ഗുരുവായൂർക്കോ പോകുമെന്ന്. നാരദ മഹർഷി അങ്ങനെയല്ല. ശ്രീകൃഷ്ണൻ എവിടെയുണ്ടോ അവിടെ പോകാൻ ഇഷ്ടമാണ്. അദ്ദേഹം പറയണത് കേൾക്കാനും ഇഷ്ടമാണ്. ഇതാ ഇപ്പോൾ ഇവിടെ നോക്കൂ, ഈ സത്രശാലയിൽ എത്ര ആൾക്കാരുണ്ട്? ഇത്രയും ആൾക്കാരെ ഇവിടെ വരാൻ പറ്റുള്ളൂ. എന്താ? അവർക്കിത് കേൾക്കാൻ ഇഷ്ടമില്ല. അതുകൊണ്ടാണല്ലോ വരാതെ ഇരിക്കുന്നത്. അപ്പോൾ നാരദ മഹർഷി അങ്ങനെയല്ല. ഗോവിന്ദ ഭുജഗുപ്തായാം ദ്വാരവത്യാം കുരുദ്വഹ അവാസീൻ നാരദോ ഭീക്ഷ്ണം. ഇടയ്ക്കിടയ്ക്ക് പലപ്പോഴുമായി വന്ന് താമസിക്കും. എന്താ? കൃഷ്ണോപാസന ലാലസഹ. കൃഷ്ണനെ ഉപാസിക്കാനുള്ള ലാലസ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് താമസിക്കാറുണ്ട്. കോനുരാജൻ ഇന്ദ്രിയവാൻ മുകുന്ദചരണാംബുജം നഭജേത് സർവതോ മൃത്യു ഉപാസ്യമമരോത്തമൈഹി. ഈ ലോകത്തിലുള്ള ആരാണ് കോനുരാജൻ ഇന്ദ്രിയവാൻ?
കണ്ണും മൂക്കും ചെവിയും ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, ആ ഇന്ദ്രിയങ്ങളുള്ള ആരാണ്? മുകുന്ദ ചരണാംഭുജം ന ഭജേത്. മുകുന്ദൻ മോക്ഷദാതാവായിരിക്കുന്ന കൃഷ്ണപരമാത്മാവിൻ്റെ ചരണാംബുജങ്ങളെ ഉപാസിക്കാൻ ഇഷ്ടപ്പെടാത്തതായി ഈ ലോകത്തിൽ ആരെങ്കിലും ഉണ്ടോ പരീക്ഷിത്ത് മഹാരാജാവേ? ന ഭജേത് സർവതോ മൃത്യു ഉപാസ്യം അമരോത്തമൈഹി. ഈ ഭാഗവതത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങളൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. ഉപാസ്യം അമരോത്തമൈഹി, ദേവന്മാരിൽ വെച്ച് ഉത്തമരായിരിക്കുന്ന ദേവന്മാരുണ്ടല്ലോ, അവർ പോലും ഉപാസിക്കാൻ ഇഷ്ടപ്പെടുന്നതായ കൊതിക്കുന്നതായ മുകുന്ദ ചരണാംബുജത്തെ സർവതോ മൃത്യു, എല്ലാ സ്ഥലത്തും നമ്മെ മൃത്യു ആവരണം ചെയ്തുകൊണ്ട് വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിലുള്ള ഭൂമി അടക്കം സൂര്യചന്ദ്രാദികളടക്കം നക്ഷത്രങ്ങളടക്കം എല്ലാം തന്നെ പഞ്ചഭൂത നിർമ്മിതമായ ഈ പ്രപഞ്ചത്തിൽ നശ്വരമാണ്, നശിക്കുന്നതാണ്. അങ്ങനെ ഈ നശിക്കുന്ന ലോകത്തിൽ നാം കണ്ണുകൊണ്ട് എവിടെ നോക്കിയാലും അച്ഛനെയോ അമ്മയോ ഭാര്യയോ ഭർത്താവോ മക്കളോ കുട്ടികളോ നമ്മുടെ സമ്പത്തുകളോ വീടോ സഹോദരന്മാരോ അയൽവക്കക്കാരോ സ്വർഗമോ നരകമോ എല്ലാം തന്നെ എന്താ പറയണത് ഇഷ്ടാവണില്ലേ? ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ നശിക്കുന്നതാണെന്ന്. അല്ലാന്നുണ്ടോ? എന്താ സംശയമുണ്ടോ നിങ്ങൾക്ക്? എല്ലാം നശിക്കുന്നതാണ്. അങ്ങനെ എല്ലാ ഭാഗത്തും നശ്വരത നമ്മെ വലയം ചെയ്തിരിക്കെ, നാം നോക്കുന്നതൊക്കെ നശ്വരമായിരിക്കെ, സർവതോ മൃത്യുഹു, അങ്ങനെ ഒരു മൃത്യുവിൽ കിടന്ന് ഉഴലുന്നതായ നമ്മളുണ്ടല്ലോ, ആ നമ്മൾക്ക് ആരാണ് ഈ മോക്ഷദാതാവായ മുകുന്ദൻ്റെ ചരണാംബുജത്തെ ഉപാസിക്കാൻ ഇഷ്ടപ്പെടാത്തത്? തമേകദാതു ദേവർഷിം വസുദേവോ ഗൃഹാഗതം അർച്ചിതം സുഖമാസീനം അഭിവാദ്യേതമബ്രവീത്. അപ്പോൾ വസുദേവൻ ശ്രീകൃഷ്ണൻ്റെ അച്ഛനാണ്. അദ്ദേഹം അവിടെ താമസിക്കുന്നുണ്ട് ദ്വാരകയിൽ. നാരദനും ഇടയ്ക്കിടയ്ക്ക് വന്ന് താമസിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം നാരദ മഹർഷിയെ വിളിച്ചു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല, ഭാവന പോരാ. ശ്രീകൃഷ്ണൻ്റെ അച്ഛനാണ് ഈ നാരദ മഹർഷിയെ വിളിക്കുന്നത്. എന്ത്? ശ്രീകൃഷ്ണൻ്റെ അച്ഛനാണ്. ശ്രീകൃഷ്ണ പരമാത്മാവിന് ജന്മം നൽകാൻ വസുദേവന് സാധിച്ചു. പക്ഷേ ആ ശ്രീകൃഷ്ണ പരമാത്മാവ് എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നുവോ, മോക്ഷം, ആ മോക്ഷം ഉൾക്കൊള്ളാൻ അച്ഛന് സാധിച്ചില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ വൈരുദ്ധ്യം? അപ്പോൾ കൃഷ്ണ പരമാത്മാവിന് ജന്മം നൽകിയിട്ടുള്ളതായ വസുദേവൻ നാരദ മഹർഷിയെ വിളിച്ചിരുത്തി അവിടെ ഇരുന്ന് അർച്ചിതം സുഖമാസീനം അഭിവാദ്യേതമബ്രവീത്, നല്ല പോലെ അഭിവാദനം ചെയ്ത് ഇരുത്തി കാല് കഴുകി പൂജിച്ച് നമസ്കരിച്ചൊക്കെ കഴിഞ്ഞ് ചോദിച്ചു, ഭഗവൻ ഭവതോ യാത്ര സ്വസ്ഥയേ സർവദേഹിനാം കൃപണാനാം യഥാ പിത്രോഃ ഉത്തമശ്ലോകമത്മനാം ഭൂതാനാം ദേവചരിതം ദുഃഖായ ച സുഖായ ച സുഖായൈവ ഹി സാധൂനാം ത്വാദൃശാമച്യുതാത്മനാം ഭജന്തി യേ യഥാ ദേവാൻ ദേവാ അപി തഥൈവ താൻ ഛായേവ കർമ്മസജീവാഃ സാധവോ ദീനവത്സലാഃ ബ്രഹ്മംസ്തഥാപി പൃച്ഛാമോ ധർമാൻ ഭാഗവതാംസ്തവ യാൻ ശ്രുത്വാ ശ്രദ്ധയാമർത്യോ മുച്യതേ സർവതോ ഭയാത്. കുറച്ചൊന്ന് ഭാഗവത ശ്ലോകം അങ്ങനെ ചൊല്ലിക്കേൾപ്പിച്ചു എന്നേ ഉള്ളൂ. എന്താ കേൾക്കണ്ടെന്നുണ്ടോ? ഭഗവൻ ഭവതോ യാത്ര സ്വസ്ഥയേ സർവദേഹിനാം കൃപണാനാം യഥാ പിത്രോഃ ഉത്തമശ്ലോകവത്മനാം. അങ്ങേപ്പോലെയുള്ളവരുടെ ഈ ലോകസഞ്ചാരം യാത്രയുണ്ടല്ലോ. ഭഗവൻ ഭവതോ യാത്ര സ്വസ്ഥയേ സർവദേഹിനാം, സ്വസ്ഥയേ സർവദേഹിനാം, ദേഹമുള്ളവർക്ക് എല്ലാവർക്കും തന്നെ സ്വസ്തി മംഗളം അരുളുന്നതാണ് അങ്ങേപ്പോലെയുള്ളവരുടെ യാത്ര. സാധാരണ മനുഷ്യരുടെ യാത്ര എങ്ങനെയാ? കാമക്രോധങ്ങളാണ് ഉള്ളിൽ. വേണ്ടായും വെറുപ്പും വിദ്വേഷവും അസൂയയും കുശുമ്പും കുനിഷ്ടും നിറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ കൂടുകൾ, മനസ്സെന്ന് പറയണത്. അങ്ങനെയുള്ള മനസ്സുകൊണ്ട് നടന്നാൽ അതുകൊണ്ടൊരു പവിത്രതയോ ഒരു മാംഗല്യമോ ആർക്കും ഉണ്ടാവാൻ പോകുന്നില്ല. അങ്ങയെപ്പോലെയുള്ളവർ എപ്പോൾ നോക്കിയാലും നാരായണ നാരായണ വാസുദേവ വാസുദേവ കൃഷ്ണ മുകുന്ദ പുരുഷോത്തമ എന്നിങ്ങനെ പാടിക്കൊണ്ടും ആടിക്കൊണ്ടും നടക്കുന്ന നാരദ മഹർഷി അതുപോലെയുള്ള മഹാത്മാക്കളുണ്ടല്ലോ, അത് എല്ലാവർക്കും മംഗളമരുളുന്നതാണ്. ജനാലയുടെ ഉള്ളിൽ കൂടി അങ്ങനെ പോകുന്നവരെ ഒന്ന് നോക്കിയാൽ പോലും നമുക്ക് എല്ലാവർക്കും ഒരു മാംഗല്യം, ഒരു മംഗളം, ഒരു അനുഗ്രഹമുണ്ടാവും. അങ്ങനെയാണ് കൃപണാനാം യഥാ പിത്രോഃ. ഒരു ഉദാഹരണം പറയുക. വളരെ പിശുക്കോടുകൂടി ഇല്ലായ്മയിൽ കഴിയുന്നതായ ഒരു കുടുംബം, ആ കുടുംബത്തിലുള്ള കുട്ടികൾ അച്ഛൻ പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് 6 മാസം കൂടുമ്പോൾ അച്ഛൻ വരും. ആ വരണത് കാത്തിരിക്കും അത്രേ കുട്ടികൾ. എന്താ? എന്തെങ്കിലും മധുരപലഹാരങ്ങളൊക്കെ കൊണ്ടുവരും അച്ഛൻ വരുമ്പോൾ, അത് കിട്ടാൻ വലിയ സന്തോഷത്തിൽ. അതേമാതിരിയാണത്രേ ഗൃഹസ്ഥന്മാർക്ക്
സാധു മഹാത്മാക്കളുടെ സഞ്ചാരവും ആ സഞ്ചാരത്തിൻ്റെ ഭാഗമായി എങ്ങാനും അവരെ കാണാനോ അവരൊന്ന് വന്നു ചേരാനോ ഇടവന്നാൽ, മനസ്സിലായോ? അപ്പം നമ്മുടെ വീട് പവിത്രമാവണത് എപ്പോഴാ? സാധുക്കളും സജ്ജനങ്ങളും എപ്പോഴെങ്കിലും നമ്മുടെ വീട് സന്ദർശിക്കാൻ ഒരവസരം നാം ഒരുക്കുമെങ്കിൽ, അവരുടെ വരവിൽ നാം സന്തോഷിക്കുമെങ്കിൽ, അവരെ ക്ഷണിക്കുമെങ്കിൽ, അവരെ വേണ്ടതുപോലെ സത്കരിച്ചിരുത്തിയതിന് ശേഷം അവരോട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയം തണുക്കാവുന്ന ചില നല്ല കാര്യങ്ങൾ പറഞ്ഞു തരൂ, ഒരു സത്സംഗം അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് കേൾക്കാൻ തോന്നുമ്പോഴാണ് ഗൃഹസ്ഥന്മാരുടെ മനസ്സിൽ ഉത്സവം അങ്കുരിക്കുന്നത്. കൃപണാനാം യഥാ പിത്രോ ഉത്തമ ശ്ലോകവർത്തമാനാം ഭൂതാനാം ദേവചരിതം ദുഃഖായ ച സുഖായ ച. ഇങ്ങനെയാണ് ഭാഗവതം വേദാന്തങ്ങളും ആത്യന്തികമായിരിക്കുന്ന തത്വങ്ങളും മൂല്യനിർവചനങ്ങളും പഠിപ്പിക്കുന്നത്. അങ്ങയുടെ വരവ് ഒരു ഉത്സവമാണെന്ന് പറഞ്ഞു. അപ്പം സാധാരണ ഈ ദേവന്മാരുണ്ടല്ലോ, ഉപരിലോകത്തിൽ താമസിക്കുന്നവർ, മനുഷ്യരെക്കാളൊക്കെ വളരെ മേലെയല്ലേ? അങ്ങനെയുള്ള ആൾക്കാരുള്ളപ്പോൾ ഈ മനുഷ്യർക്ക് എന്താ ഇത്ര പ്രാധാന്യം? സാധുക്കൾക്കും മഹാത്മാക്കൾക്കും എന്താ വിശേഷം എന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹം പറയുന്നു, ഭൂതാനാം ദേവചരിതം ദുഃഖായ ച സുഖായ ച സുഖായൈവ ഹി സാധൂനാം ത്വാദൃശാം അച്യുതാത്മനാം. എന്താ അത്? ഭൂതാനാം ദേവചരിതം, ഈ ദേവന്മാരുടെ ചരിതം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇന്ദ്രൻ തുടങ്ങി പല ദേവന്മാരും ഉണ്ടല്ലോ. ആ ദേവന്മാരുടെ കഥയൊക്കെ പുരാണങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഈ ഇന്ദ്രൻ ആരാ? അഹല്യയുടെ പിന്നാലെ പോയവനാ. നമ്മളാണ് പൂജിക്കണത് ഇന്ദ്രായ ഇതം നമമ എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഈ ഇന്ദ്രൻ മുതലായിട്ടുള്ള പലരും ഉണ്ടല്ലോ. ആ പലത് ദേവചരിതം ദുഃഖായ ച സുഖായ ച, അത് മനുഷ്യരുടെ ദുഃഖത്തിനും സുഖത്തിനും കാരണമാവുന്നു. നമുക്ക് ഇപ്പം തന്നെ ദുഃഖവും സുഖവും ഉണ്ട്. എന്താ അത്? മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദാഹ. നമ്മുടെ മനുഷ്യജീവിതം എന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളും ലോകപദാർത്ഥങ്ങളും തമ്മിലുള്ള സമ്പർക്കമാണ്. ഞാൻ പറയുന്നത് സ്പീഡ് കൂടുന്നുണ്ടോ? മനുഷ്യരുടെ ശരീരത്തിൽ 5 ഇന്ദ്രിയങ്ങളുണ്ടല്ലോ. ആ 5 ഇന്ദ്രിയങ്ങളും ലോകവസ്തുക്കളും തമ്മിലുള്ള സമ്പർക്കമാണ്, നിരന്തരമായ സമ്പർക്കമാണ് ജീവിതം. ആ കാണുന്നത് ഒരു പക്ഷേ വീട്ടിൻ്റെ ചുമരാകാം, മേശയാകാം, സോഫയാകാം, വീട്ടംഗങ്ങളെ ആകാം, അയൽവക്കക്കാരെ ആകാം, സമാജത്തിലുള്ള അംഗങ്ങളാകാം, പഞ്ചഭൂതങ്ങളാകാം. എന്തായാലും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളും ലോകവസ്തുക്കളും തമ്മിലുള്ള നിരന്തരമായ സമ്പർക്കമാണ്. ആ സമ്പർക്കം എങ്ങനത്തതാ? മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദാഹ. ശീതവും ഉഷ്ണവും പോലെ സുഖദുഃഖങ്ങൾ ഉണ്ടാക്കുന്നതാണ്. സുഖദുഃഖങ്ങളില്ലാതെ ഇന്ദ്രിയവും ലോകവും തമ്മിലുള്ള സമ്പർക്കമില്ല. നമുക്ക് ഇന്ദ്രിയങ്ങളുണ്ട്, ചുറ്റും ലോകവുമുണ്ട്. അതുകൊണ്ട് നിരന്തരമായ സമ്പർക്കം നമുക്ക് പ്രകൃതിയാ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ പരിണത ഫലമായി സുഖദുഃഖങ്ങൾ മനസ്സിൽ എപ്പോഴും അങ്കുരിക്കും. അപ്പോൾ സ്വതവേ ഉള്ളതാണ് ഈ സുഖം. ഇനി ദേവന്മാരെ പൂജിച്ചിട്ട് ഈ സുഖദുഃഖം കൂടുതലാക്കേണ്ട ആവശ്യമുണ്ടോ? എന്താ മിണ്ടാതെ? അപ്പം അവർക്ക് വിശേഷാൽ എന്തെങ്കിലും തരാൻ പറ്റുമോ? ദുഃഖായ ച സുഖായ ച ദുഃഖായ ച സുഖായ ച. അത് മനുഷ്യരുടെ ദുഃഖത്തിനും സുഖത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. നേരെ മറിച്ച് അങ്ങയെപ്പോലെ അച്യുതാത്മാക്കളായിരിക്കുന്നവർ ആരാ? ഈ സാധുജനങ്ങൾ, മഹാത്മാക്കൾ. അച്യുതാത്മാവ്. എന്താ ഈ അച്യുതാത്മാ? ആത്മാ ആത്മാ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്തോ അതാണ് ആത്മാ. ആ ആത്മാവ് നമ്മുടെ വിചാരം എന്താ? അത് ജനിച്ചു, അത് മരിക്കും എന്ന് പറഞ്ഞാൽ മരിക്കുന്നത് ച്യുതിയുള്ളത്. വാസ്തവത്തിൽ നമ്മുടെ ശരീരമാണ് ജനിച്ചത്, ശരീരമാണ് മരിക്കുന്നത്. ദേഹി എന്ന് പറയുന്നത് ദേഹമല്ല, ദേഹവിലക്ഷണമാണ്. ആ ദേഹിയാണ് ദേഹത്തിലൂടെ പ്രകാശിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും. ദേഹമല്ല ദേഹിയെങ്കിൽ ദേഹം വീഴുമ്പോൾ ദേഹി വീഴുമോ? അയൽവക്കക്കാർ മരിച്ചാൽ നമ്മൾ മരിക്കുമോ? ഷർട്ട് കീറിയാൽ നമ്മൾ കീറുമോ? ഒരു ഷർട്ട് തീപിടിച്ചു പോയാൽ നമുക്ക് തീപിടുത്തം വരുമോ? എന്താ മിണ്ടാത്തെ? അതുപോലെ ദേഹവിലക്ഷണമാണ് ദേഹി. അപ്പം ദേഹത്തിന് ജനനമുണ്ട്, മരണമുണ്ട് എന്നുണ്ടെങ്കിൽ ദേഹവിലക്ഷണമാണ് ദേഹി എന്ന കാരണത്താൽ ദേഹിക്ക് ഒരു ജനനവും ഒരു മരണവും ഇല്ല. അതാണ് സത്യം. ആ സത്യം മനസ്സിലാക്കി ആ സത്യത്തിൽ അധിവസിക്കുന്നവർ, അതിനെ നിലനിർത്തുന്നവർ, അതിൽ ആറാടുന്നവർ, അതിൽ നീന്തി കളിക്കുന്നവർ, അവരാണ് ഈ അച്യുതാത്മാക്കൾ. നാരദ മഹർഷി അങ്ങനെ ഒരാളാണ്. അങ്ങനെയുള്ള അച്യുതാത്മാക്കളുടെ ചരിതമുണ്ടല്ലോ. സുഖായൈവ ഹി സാധൂനാം, സുഖായൈവ ഹി സാധൂനാം. അത് ജീവജാലങ്ങൾക്ക്, പ്രത്യേകിച്ച് മനുഷ്യർക്ക് സുഖം മാത്രം ഉണ്ടാക്കി തരുന്നതാണ്. അപ്പം അങ്ങയുടെ ദർശനം, അങ്ങയുടെ വരവ്, ഞാൻ അങ്ങയെ സത്കരിച്ചിരുത്തിയത് ഉപായപ്പെട്ട ഒരു സംഭവമല്ല.
ദേവന്മാരെ പൂജിച്ചാൽ എനിക്ക് എന്ത് കിട്ടുമോ അതിനേക്കാൾ വലിയൊരു സത്കാരം, വലിയൊരു നേട്ടമാണ് എനിക്ക് ഉണ്ടാവാൻ പോണത്. ആ അർത്ഥത്തിൽ അങ്ങേ ഇരുത്തി ഞാൻ ചോദിക്കുന്നു. ഭജന്തിയേ യഥാ ദേവാൻ ദേവാ അപി തഥൈവതാൻ ഛായേവ കർമ്മസജീവാഹ സാധവോ ദീനവത്സലാഹ. ഒരു കാര്യം പറഞ്ഞാൽ അപ്പം അതിന് യുക്തിസഹമായിട്ടൊരു വിവരണം ശാസ്ത്രം നൽകണം. എന്താ ഈ ദേവന്മാരുടെ ചരിതം കൊണ്ട് നമുക്ക് സുഖദുഃഖങ്ങളിൽ കവിഞ്ഞ ഒന്നും കിട്ടില്ല എന്ന് പറയാൻ കാരണം? നമ്മളെപ്പോലെയാണ് അവർ, നമ്മെപ്പോലെയാണ് അവർ. എന്ത്? ഭജന്തിയേ യഥാ ദേവാൻ ദേവാ അപി തഥൈവതാൻ. നാം ദേവന്മാരെ ഭജിച്ചാൽ അവർ നമ്മളിൽ സന്തോഷിച്ച് നമ്മളുടെ ഒന്ന് ചിരിക്കും, ഒന്ന് പല്ലൊക്കെ കാണിക്കും. നമ്മൾ ഭജന നിർത്തിയാലോ കണ്ണുരുട്ടി മിഴിക്കും. കേൾക്കണുണ്ടോ നിങ്ങൾ? ഒന്ന് നല്ലോണം കേൾക്കൻ കൂട്ടരേ. ദേവലോകത്തെ പറ്റിയും ദേവന്മാരെ പറ്റിയും ശ്രീമദ് ഭാഗവതം ഭക്തന്മാർ ശ്രോതാക്കൾക്ക് നല്ല വിവേചനം ഉണ്ടാവാൻ വേണ്ടി വിലയിരുത്തുന്ന വിലയിരുത്തലും നിർവചനങ്ങളുമാണിത്. കാത് കടം മേടിച്ച് കേൾക്കേൻ, മനസ്സിലാക്കേൻ. പുരാണം കേൾക്കുക എന്ന് പറഞ്ഞാൽ ആ ശ്രവണത്തിലൂടെ യജ്ഞയാഗങ്ങളിലൂടെയും ധ്യാന തപസ് മുതലായിട്ടുള്ള കാര്യങ്ങളിലൂടെയും നമുക്ക് എന്ത് കിട്ടുമോ അത് മുഴുവനും കൈവരാൻ വേണ്ടി പുരാണ കഥാകൃത്ത്, പുരാണം കഥിക്കുന്നവനുണ്ടല്ലോ, ആ കാഥികന്മാർ, അവർ ആ ശ്രവണം നൽകി ആ ശ്രവണത്തിലൂടെ ശ്രോതാക്കളുടെ മനസ്സിനെ പരിപൂർണമായി പവിത്രമാക്കി അനശ്വരത കൊണ്ട് അഭിഷേകം ചെയ്യാനാണ് ഈ ശ്രവണം, കഥാശ്രവണം, തത്വശ്രവണം എന്ന് പറയുന്നത്. ഭജന്തിയേ യഥാ ദേവാൻ ദേവാ അപി തഥൈവതാൻ. നാം എത്രത്തോളം അങ്ങോട്ട് ചെന്നോ അത്രത്തോളം ഇങ്ങോട്ട് വരും. നാം പോയില്ലെങ്കിലോ ചന്തി തിരിച്ച് കാണിച്ച് ഓടിപ്പോവും. വേണ്ടി വന്നാൽ ഒന്ന് ഹിംസിക്കുകയും ചെയ്യും. ഛായേവ കർമ്മസജീവാഹ, ഛായേവ കർമ്മസജീവാഹ. നിഴല് പോലെയാണ് അവർ. ഈ നിഴല് എന്നൊരു സാധനം സ്വതവേ ഉണ്ടോ? എന്താ മിണ്ടാത്തേ? നിഴൽ എപ്പോഴാണ് ഉണ്ടാവുക? വെളിച്ചമുള്ളപ്പോൾ. നമ്മൾ ആ വെളിച്ചത്തിന് തടഞ്ഞു നിർത്തിയാൽ നിഴൽ നമ്മുടെ ഇപ്പുറത്തുണ്ടാവും. നമ്മൾ കൈവയ്ക്കിയാലോ നിഴലും കൈവയ്ക്കും. നമ്മൾ കൊഞ്ഞനം കാട്ടിയാലോ നിഴലും കൊഞ്ഞനം കാട്ടും. അതുപോലെയാണ് ദേവന്മാരെന്ന്. കേൾക്കണുണ്ടോ നിങ്ങൾ? ഛായേവ കർമ്മസജീവാഹ. നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ചാണ് അവരുടെ പോക്കും വരവും, അവരുടെ ചിരിക്കലും, അവർ കണ്ണുരുട്ടി മിഴിക്കലും. അതുകൊണ്ട് സാധവോ ദീനവത്സലാഹ. സാധുക്കളുണ്ടല്ലോ, മഹാത്മാക്കളുണ്ടല്ലോ, ആ മഹാത്മാക്കൾ ദീനവത്സലന്മാരാണ്. എല്ലായ്പ്പോഴും ദീനന്മാരിൽ, ദുഃഖിതരിൽ, ദുർബലരിൽ എപ്പോഴും വാത്സല്യത്തോടു കൂടിയിരിക്കുന്നവരാണ്. ദേവന്മാരിൽ നിന്ന് പലതരത്തിലുള്ള പെരുമാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം, ഉണ്ടാവും ചെയ്യും. സാധുക്കളിൽ നിന്ന് ഒരൊറ്റ പെരുമാറ്റേ അവർക്ക് ഉണ്ടാവുള്ളൂ, വാത്സല്യം. വത്സലഹൃദയന്മാരാണ്. അതുകൊണ്ട് അങ്ങ് എന്തു വേണം? ബ്രഹ്മം സ്തഥാമി പൃച്ഛാമോ ധർമാൻ ഭാഗവതാംസ്തവ യാൻ ശ്രുത്വാ ശ്രദ്ധയാമർത്യോ മുച്യതേ സർവതോഭയാത്. ഹേ ബ്രഹ്മൻ, തഥാമി പൃച്ഛാമോ, അതുകൊണ്ട് ഞാൻ അങ്ങയോട് ചോദിക്കണു. എന്ത്? ധർമാൻ ഭാഗവതാൻ തവ. അങ്ങൊരു കാര്യം വേണം. ഭാഗവത ധർമ്മങ്ങൾ എന്താ എന്ന് വെച്ചാൽ പറഞ്ഞു മനസ്സിലാക്കി തരണം. 10ാമത്തെ സ്കന്ധത്തിൻ്റെ തുടക്കമാണ്. ഇതുവരെ ഭഗവാനെപ്പറ്റി വർണ്ണിച്ചു, വിവരിച്ചു. ആ ഭഗവാന്റെ വർണ്ണനയും ഭഗവാനെ സംബന്ധിച്ച വർണ്ണനയും വിവരങ്ങളുമെല്ലാം കേട്ട് നമ്മുടെ മനസ്സിൽ ഭഗവാനോടുള്ള ഒരു താതാത്മ്യം, ഒരു ആകർഷണം, ഒരു സ്നേഹം, ഒരു പ്രതിബദ്ധത, ഒരു കടപ്പാട്, ഒരു കൂറ്, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിക്കഴിഞ്ഞു. ഭക്തി. ആ ഭക്തി ഉണ്ടായപ്പോൾ നമ്മൾ ഭക്തനായി. ഭക്തനായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് പിന്നെ ഭഗവാനല്ല. ഒരു ഭക്തൻ ലോകത്തിൽ എങ്ങനെ ജീവിക്കണം, അയാളുടെ മനസ്സിലുള്ള വിചിന്തനം എങ്ങനെയായിരിക്കണം, ആലോചന എങ്ങനെയായിരിക്കണം, ഈ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കത്തക്ക വിധത്തിൽ ഭാഗവതൻ എന്ന് പറഞ്ഞാൽ ഭക്തൻ, ആ ഭാഗവതനെയും ഭക്തനെയും വിവരിച്ച് മനസ്സിലാക്കി തരൂ. അപ്പോഴാണ് അതുപോലെ ഞാൻ ആയിട്ടുണ്ടോ എന്ന് നോക്കി പോരാത്ത പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് ദൂഷ്യങ്ങൾ അകറ്റി പവിത്രത കൂടുതൽ കൂടുതൽ ഉണ്ടാക്കി ഞാൻ പൂർണ്ണ ഭക്തനാക്കാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. പ്രസക്തി മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പം നിങ്ങൾക്ക് ഭഗവത് വർണ്ണനയാണോ കൂടുതൽ വേണ്ടത്, അതോ ഭക്തചരിതം, ഭക്തൻ്റെ പെരുമാറ്റമാണോ കൂടുതൽ മനസ്സിലാക്കേണ്ടത്? എന്താ ഇവർ മിണ്ടാത്തേ? ഒന്ന് തുറന്ന് പറയുന്നപ്പാ. ഭഗവാന്റെ വർണ്ണനയും വിവരണയും ഒക്കെ കഴിഞ്ഞു. 10 സ്കന്ധത്തിൽ മുഴുവനായി. ഞാൻ ഭക്തനായി. ഇനി എനിക്ക് ഈ ഭക്തിയെ എങ്ങനെ വളർത്തണം, എങ്ങനെ വികസിപ്പിക്കണം, എങ്ങനെ കൂടുതൽ രൂഢമൂലമാക്കണം, ഗാഠമാക്കണം. അതുകൊണ്ട് എനിക്ക് സമ്പന്നത, ധന്യത, മാംഗല്യം, ശോഭ, പ്രകാശം, സാഫല്യം, സൗഭാഗ്യം, സംതൃപ്തി, ഉൾപൂർണത. എന്ത്? ഉൾപൂർണത. അതങ്ങോട്ട് വരണം ഭക്തൻ്റെ മനസ്സിന്.
അതിനുള്ളത് പറഞ്ഞു തരൂ എന്നാ പറയണത്. യാൻ ശ്രുത്വാ ശ്രദ്ധയാമർത്യോ മുച്യതേ സർവതോ ഭയാത്. ഈ ഭാഗവത ധർമ്മങ്ങൾ എങ്ങനത്തതാ? അത് വേണ്ടതുപോലെ കേട്ടു എന്നുണ്ടെങ്കിൽ ശ്രദ്ധയോടുകൂടി മർത്യ മുച്യേത, മനുഷ്യൻ മോചിപ്പിക്കപ്പെടും, അവന് മോചനം കിട്ടും. എങ്ങനെ? സർവതോ ഭയാത്, എല്ലാവിധത്തിൽ നിന്നുള്ള ഭയമുണ്ടല്ലോ, ആ ഭയത്തിൽ നിന്നും മോചനം കിട്ടും. എന്താ ഈ കൃഷ്ണനെ പെറ്റു വളർത്തിയ വസുദേവൻ ഇങ്ങനെ നാരദ മഹർഷിയോട് ചോദിക്കാൻ കാരണം? ശ്രദ്ധിച്ചില്ലാവോ? കൃഷ്ണന് ജന്മം നൽകി ഇക്കണ്ട കാലം കൃഷ്ണനെ കൂടെ ഇരുന്ന് കൃഷ്ണൻ പലർക്കും മോചനം ഉണ്ടാക്കി കൊടുക്കണു. അങ്ങനെ ഇരിക്കുന്ന അച്ഛൻ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കൃഷ്ണനോട് ചോദിച്ചൂടെയാവോ? എന്താ മിണ്ടാതെ? കൃഷ്ണനോട് ചോദിച്ചൂടെ? കൂടെ താമസിക്കുന്നുണ്ടല്ലോ. അവിടെയാണ് ഈ തകരാറ്. എന്താ തകരാറ്? അഹം കില പുരാനന്ദം പ്രജാർത്ഥോ ഭുവി മുക്തിദം അപൂജയം ന മോക്ഷായ മോഹിതോ ദേവമായയാ. അഹം കില പുരാനന്ദം പ്രജാർത്ഥോ ഭുവി മുക്തിദം അപൂജയം ന മോക്ഷായ മോഹിതോ ദേവമായയാ. നാരദ മഹർഷേ, ഞാനൊരു കാര്യം ചെയ്തു. എന്താ അത്? അഹം കില പുരാനന്ദം പ്രജാർത്ഥോ ഭുവി മുക്തിദം, മോക്ഷവും കൂടി പ്രദാനം ചെയ്യാൻ തയ്യാറുള്ള മഹാവിഷ്ണുവിനെ ഞാൻ ഉള്ളഴിഞ്ഞു പൂജിച്ചു. പക്ഷേ പൂജിച്ചത് എന്തിനാ? പ്രജാർത്ഥ. ഒരു കുട്ടി ഉണ്ടാവാൻ. ആരെയായി പൂജിച്ചത്? പരമകല്യാണ നിധിയായിരിക്കുന്ന മഹാവിഷ്ണുവിനെ, ശ്രീഹരിയെ. അദ്ദേഹം എങ്ങനത്തെ ആളാ? മോക്ഷം പോലും പ്രദാനം ചെയ്യുന്ന ആള്. എന്താ ഈ മോക്ഷം? നിത്യനിരന്തരമായിരിക്കുന്ന സുഖാനുഭവം. ആ നിത്യനിരന്തര സുഖാനുഭവമാണ് വേണ്ടത്. ഒരു കുട്ടി ഉണ്ടായാലോ ആ കുട്ടിയെ ചൊല്ലിയുള്ള സുഖമുണ്ടാവും. കുട്ടി വളരും തോറുമോ? എനിക്കല്ല അറിയാം, നിങ്ങൾക്കറിയാം. കുട്ടി വളരും തോറും എന്തുണ്ടാവും? ഇതുമിണ്ടാത്തേ. അപ്പോൾ ആ കുട്ടിയിൽ നിന്ന് കിട്ടുന്ന സുഖം നമുക്കുണ്ടെന്നുള്ളത് ശരിയാ. പക്ഷെ ആ കുട്ടി വളർന്നു. വസുദേവർക്ക് എന്തുണ്ടായി? ഈ കുട്ടിയെ കിട്ടിയത് മുതൽക്ക് എന്തെങ്കിലും സുഖം ഉണ്ടായിട്ടുണ്ടോ അദ്ദേഹത്തിന്? ഇനി മകനാണെന്നുള്ള നിലയ്ക്ക് പോയിരുന്ന് ചമ്രം പടിഞ്ഞിരുന്ന് കൃഷ്ണ എല്ലാവർക്കും മോക്ഷം കൊടുക്കുന്നുണ്ടല്ലോ, നിന്റെ അച്ഛനായിട്ടുള്ള എനിക്കും തരൂ എന്ന് പറയാൻ പറ്റുമോ അദ്ദേഹത്തിന്? പറഞ്ഞാൽ എങ്ങാനും കേൾക്കുമോ? പക്ഷേ അവർ തമ്മിലുള്ള സംവാദം ഉണ്ടിട്ട് ഇവിടെ, അതും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാനത് പറയണില്ല എന്ന് മാത്രം. അപൂജയം ന മോക്ഷായ, മോക്ഷത്തിന് വേണ്ടി ഞാൻ പൂജിച്ചില്ല. മോഹിതോ ദേവമായയാ, അതിനുള്ള കാരണം എന്താ? എൻ്റെ മനസ്സിൻ്റെ മോഹം, മായ, ദേവമായ കൊണ്ട്. അപ്പം മഹാവിഷ്ണു തയ്യാറായിട്ട് വന്നു നിന്നു, എല്ലാം തരാൻ വേണ്ടി പ്രത്യക്ഷപ്പെട്ടു. വസുദേവരെ എന്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അങ്ങ് എനിക്ക് മകനായി ജനിക്കണം എന്ന് പറഞ്ഞു. ഓ ആയിക്കളെ, എന്താ പറഞ്ഞേ? മകനായി ജനിക്കണം. എന്താ പറഞ്ഞത്? വസുദേവപുത്രൻ തന്നെയാ കൃഷ്ണൻ, സംശയമൊന്നുമില്ല. ജനിച്ച ഉടനെ എന്താ പറഞ്ഞേ? ഉടനെ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന്. ആ ജനിച്ചത് മാത്രമേ ഉള്ളൂ. ഇതുപോലെയാണ് നിങ്ങൾ ഭഗവാനോട് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഒരപേക്ഷയും കൊണ്ടു ചെന്നാൽ ഇതൊരു കുഴപ്പമാണ്. ഒന്നും ചോദിക്കരുത് ഭഗവാനോട്. ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ബുദ്ധിയില്ല, തൻ്റെ ഇടമില്ല എന്നാണ് അർത്ഥം. നമുക്ക് എന്തു വേണോ അത് ആലോചിച്ച് നോക്കി തരാൻ നല്ല ശക്തിയും പ്രാപ്തിയും സന്നദ്ധതയുമുള്ള ആളാണ് ഭഗവാൻ. ആ ഭഗവാനോട് നാം ബുദ്ധി ഉപദേശിക്കാൻ ചെന്നാൽ നന്നാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതാ വസുദേവൻ അതിന് ദൃഷ്ടാന്തമാണ്. അപൂജയം ന മോക്ഷായ മോഹിതോ ദേവമായ. ഇപ്പം എന്തായി? ജനിച്ചു, ഉടനെ അമ്പാടിയിൽ കൊണ്ടുപോയി, അവിടുന്ന് അങ്ങോട്ട് വന്നു, ഇതൊക്കെ കഴിഞ്ഞു. എപ്പോൾ നോക്കിയാലും എനിക്ക് അവൈലബിൾ അല്ല, ലഭ്യനല്ല എൻ്റെ മകൻ. സർവ്വാൾക്കാർക്കും സന്തോഷവും സൗഭാഗ്യവും ധാരാളം വാരിക്കോരി ചൊരിയുന്നുണ്ട്. അച്ഛനായി ജനിച്ചതിനാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് എനിക്ക് മോക്ഷം തരൂ എന്ന് പറയാൻ എൻ്റെ പിതൃഭാവം ഒട്ട് സമ്മതിക്കണമില്ല. അപ്പോൾ എന്തിനാ ഞാൻ ഈ മഹാവിഷ്ണുവിനെ പൂജിച്ചത്? മോക്ഷവും കൂടി തരാൻ തയ്യാറായിട്ടുള്ള ആൾ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അവനവൻ്റെ മനസ്സിനോടുകൂടി ബന്ധപ്പെടുത്തി നോക്കുന്നുണ്ടോ നിങ്ങൾ? യഥാ വിചിത്രവ്യസനാത് ഭവദ്ഭിർവിശ്വതോ ഭയാത് മുച്യേത ഹ്യഞ്ജസൈവാദ്ധ തഥാ നശ്യാതി സുവ്രത. അതുകൊണ്ട് എന്തു വേണം? അങ്ങ് തന്നെ എന്നെ ഉപദേശിക്കൂ. നാരദൻ ശ്രീകൃഷ്ണ പരമാത്മാവിനെ കണ്ട് അതിൽ സന്തോഷവും ഉത്സവവും അനുഭവിക്കുന്ന ഒരാളാണ്. ആ നാരദ മഹർഷിയോടാണ് പറയണത്. ഭഗവാൻ പുത്രനായി വന്ന് ജനിച്ചു.
ആ പുത്രൻ സമീപത്തുള്ളപ്പോഴും ആ പുത്രനെ തേടിയോ അന്വേഷിച്ചോ നമുക്ക് കിട്ടാൻ പറ്റാത്തൊരു ലഭ്യം എനിക്ക് മഹർഷിയെ തരണം എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. രാജന്നേവം കൃതപ്രശ്നോ വസുദേവേന ധീമത പ്രീതസ്തമാഹ ദേവർഷി ഹരേഹേ സംസ്മാരിതോ ഗുണൈഹി. ഇതങ്ങോട്ട് കേൾക്കുമ്പോഴേക്കും നാരദ മഹർഷിക്ക് വലിയ ഒരു സന്തോഷം. അല്ല തിരയടിച്ചങ്ങനെ വന്നു തുടങ്ങി. എന്താ ചോദിക്കുകയാണ് വസുദേവൻ ആരുടെ അടുത്ത്? നാരദ മഹർഷിയുടെ അടുത്ത്. എന്താ ചോദിക്കണത്? ഭാഗവതന്മാരുടെ ധർമ്മങ്ങൾ, ഭാഗവത ലക്ഷണങ്ങൾ പറഞ്ഞു തരൂ. എന്തിൽ നിന്നാണോ നമുക്ക് മോക്ഷം കിട്ടുക, എല്ലാ ദുഃഖങ്ങളും തീരുക? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഉടനെ അദ്ദേഹത്തിന് ഓർമ്മ വത്തു അത്രേ. സംസ്മാരിതോ ഗുണൈഹി, ശ്രീഹരിയുടെയും ഭഗവാന്റെയും ഗുണങ്ങളെല്ലാം മനസ്സിൽ ഓർമ്മ വന്നു. സമ്യഗേതദ്വ്യവസിതം ഭവതാ സാത്വദർശഭ യത് പൃച്ഛസേ ഭാഗവതാൻ ധർമാംസ്ത്വം വിശ്വഭാവനാൻ ശ്രുതോ അനുപഠിതോധ്യാത് ആദൃതോ വാനുമോദിതഃ സദ്യഃ പുനാതി സദ്ധർമ്മോ ദേവ വിശ്വദ്രുഹോഭിഃ ത്വയാ പരമകല്യാണഃ പുണ്യശ്രവണകീർത്തനഃ സ്മാരിതോ ഭഗവാനദ്യ ദേവോ നാരായണോ മമ. സമ്യഗേതദ്വ്യവസിതം ഭവതാ സാത്വദർശഭ യത് പൃച്ഛസേ ഭാഗവതാൻ ധർമാംസ്ത്വം വിശ്വഭാവനാൻ. നിങ്ങളുടെ മനസ്സിനെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കോളൂ. ഭഗവാനെക്കുറിച്ച് വർണ്ണിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ലീലാവിലാസങ്ങൾ പ്രകടമാക്കുമ്പോഴും എല്ലാവരും അവിടെ കാണാനും കേൾക്കാനുമായി വരും. എന്താ? ഭഗവാന്റെ അല്ലേ, നമുക്കൊന്നുമില്ലല്ലോ. ഭഗവാൻ ചെയ്ത കാര്യങ്ങളല്ലേ പറയുന്നത്. അതുകൊണ്ട് നമ്മളതുപോലെ ആവണമെന്നില്ല. ഭഗവാൻ ചെയ്ത കാര്യങ്ങളെപ്പറ്റി പറയാനും കേൾക്കാനും ഒരു വിഷമമില്ല. നേരെ മറിച്ച് നമ്മെപ്പോലെയുള്ള ഒരു ഭക്തൻ്റെ ഒരു ചരിതമോ ഒരു പ്രവൃത്തിയോ വർണ്ണിക്കുകയാണെങ്കിൽ അത് കേൾക്കാൻ ആർക്കാത് കുറയും. എന്താ കാരണം? നമ്മൾ ഭഗവാനാകാൻ പോകുന്നില്ല, പക്ഷേ നാം ഒക്കെ ഭക്തന്മാരാണ്. അപ്പം ഭക്തന്മാരോടാണ് നമുക്ക് താതാത്മ്യവും ഐഡൻറ്റിറ്റിയും ഒക്കെ. പറയണത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഭക്തൻ എങ്ങനെയായി എന്ന് വെച്ചാൽ അതുപോലെ നമ്മളും ആവണം എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരും. ആവാൻ പറ്റിയില്ലെങ്കിലോ വിഷമവും ഉണ്ടാവും. ആവാൻ പറ്റിയില്ലെങ്കിൽ വിഷമവും ഉണ്ടാവും നമ്മുടെ മനസ്സിന്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സമ്യഗേതദ്വ്യവസിതം ഭവതാ സാത്വദർശഭ യത് പൃച്ഛസേ ഭാഗവതാൻ ധർമാംസ്ത്വം വിശ്വഭാവനാൻ. സകല ലോകങ്ങളെയും ശുദ്ധീകരിക്കുന്ന പവിത്രീകരിക്കുന്ന ഭാഗവത ധർമ്മങ്ങൾ അറിയണം, പറഞ്ഞു തരൂ എന്നാണ് അങ്ങ് പറഞ്ഞതല്ലോ. ഇത് വളരെ വിശേഷപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ഭാഗവത ധർമ്മങ്ങൾ എങ്ങനത്തതാ? ശ്രുതോ അനുപഠിതോധ്യാത് ആദൃതോ വാനുമോദിതഃ. സംസ്കൃതത്തിൽ ഓരോ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ സ്വയം വായിച്ച് മനസ്സിലാക്കിയാലേ ആവുള്ളൂ. ശ്രുതഃ, ഇത് ആരെങ്കിലും ഒരാൾ പറയണത് കേൾക്കുക, പ്രവക്തൃമുഖത്തിൽ നിന്ന് കേൾക്കുന്നത്. അനുപഠിതഃ, ഭാഗവതത്തിൽ എഴുതിയത് നാം വായിച്ചു നോക്കുക. ധ്യാതഃ, അതിനെക്കുറിച്ച് ധ്യാനിക്കുക. ആദൃതഃ, അതിനോട് ബഹുമാനവും ആദരവും തോന്നുക. ഒരു പക്ഷേ നിങ്ങൾക്കിവിടെ കേൾക്കാൻ പറ്റിയില്ല, വായിക്കാനും പറ്റിയില്ല. ഇങ്ങനെ ഒരു ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം, ഒരു ജ്ഞാന മഹോത്സവം നടക്കുന്നുണ്ടല്ലോ. വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെടുത്തി അതിൻ്റെ സംഘാടകരും നാട്ടുകാരും അതിന് പരിശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും നമ്മളതിലൊരു പങ്കെടുക്കുക, എന്തെങ്കിലും കുറച്ച് ദ്രവ്യം അയക്കുകയെ, പണമായിട്ട് സഹായിക്കുകയെ, എന്തെങ്കിലും ഒന്ന് ചെയ്യുക. ഭഗവാനോടും ഭക്തന്മാരോടും ഭക്തിയോടുമുള്ള ഒരു ആദരവ്, അങ്ങനെ എന്തെങ്കിലും ഒരു കൂറ് മനസ്സിൽ തോന്നിയാലും വാ അനുമോദിതഃ, നിങ്ങൾ ചെയ്യുന്നത് വളരെ നന്നായി കേട്ടോ, ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് എന്നിങ്ങനെ അനുമോദനം അറിയിപ്പിക്കുക. ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് കേൾക്കുന്നുണ്ടോ? ശ്രുതോ അനുപഠിതോ ധ്യാത് ആദൃതോ വാനുമോദിതഃ സദ്യഃ പുനാതി സദ്ധർമ്മോ. ഇങ്ങനെ ഏതെങ്കിലും ഒരു മനോഭാവം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അനുമോദനമോ അതിൽ പങ്കെടുപ്പോ എന്തായാലും ധ്യാനിക്കുക, വായിക്കുക, കേൾക്കുക, മനസ്സിലാക്കുക, വിചിന്തനം ചെയ്യുക. ഇങ്ങനെ എന്തായാലും സദ്യഃ പുനാതി സദ്ധർമ്മോ ദേവ വിശ്വദ്രുഹോഭി. ഈ ലോകത്തിൽ വിശ്വത്തെ തന്നെ ഉപദ്രവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, പരോപദ്രവമല്ലാതെ ഒന്നുമില്ല എന്നുള്ള ആൾക്കാർ, അവരെ പോലും അത് പരിശുദ്ധി വരുത്തുന്നതാണത്രേ. അത്ര വിശേഷപ്പെട്ടതാണ് ഈ ഭാഗവത ധർമ്മങ്ങൾ. അങ്ങയുടെ ഈ ചോദ്യം വഴി വസുദേവ അങ്ങ് എന്നെ ചെയ്തിട്ടുള്ളത് എന്താ? ത്വയാ പരമകല്യാണഃ പുണ്യശ്രവണകീർത്തനഃ സ്മാരിതോ ഭഗവാനദ്യ ദേവോ നാരായണോ മമ. ത്വയാ പരമകല്യാണഃ പുണ്യശ്രവണകീർത്തനഃ. ഈ രണ്ട് വാക്കും നിങ്ങൾ കേട്ടോ? എനിക്ക് വേണ്ടി ഒന്ന് പറയോ?
ത്വയാ പരമകല്യാണഃ. പരമകല്യാണഃ പോരാ, 10 പേര് ഇവിടെ ഉള്ളവർ പറയുന്നുണ്ട്. ഈ പിശുക്കൻ സദസ്സിനെ നോക്കി ഞാൻ എങ്ങനെയാ സംസാരിക്കുക? ഒന്ന് വായ തുറന്ന് പറയൂ കൂട്ടരെ. പരമകല്യാണഃ പുണ്യശ്രവണകീർത്തനഃ. പുണ്യശ്രവണകീർത്തനഃ ത്വയാ പരമകല്യാണഃ. പുണ്യശ്രവണകീർത്തനഃ. പുണ്യശ്രവണകീർത്തനഃ. ഭഗവാന്റെ വർണ്ണനയാണത്. പരമകല്യാണഃ പരമകല്യാണഃ. ഭഗവാൻ ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പരമമായിരിക്കുന്ന കല്യാണം പ്രദാനം ചെയ്യുന്നവൻ. ആ ഭഗവാനെക്കുറിച്ചുള്ള സ്മരണയോ വിചിന്തനമോ ആലോചനയോ വിമർശനമോ ഭഗവാനോട് തോന്നുന്ന കൂറോ സ്നേഹമോ താദാത്മ്യമോ അടുപ്പോ ആദരവോ എന്തായാലും കൊള്ളാം, നമുക്ക് കല്യാണം അണയ്ക്കുന്നതാണ്. കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ? പരിപൂർണമായിരിക്കുന്ന നന്മ നന്മ നന്മ. ത്വയാ പരമകല്യാണഃ പുണ്യശ്രവണകീർത്തനഃ. കേൾക്കാനും കീർത്തിക്കാനും പുണ്യമായിട്ടുള്ളവനാണ് ഭഗവാൻ. നിങ്ങൾ കൃഷ്ണ എന്നൊരു പേരിട്ടു കുട്ടിക്ക്. ആ കുട്ടിയുടെ ചരിതങ്ങളും പോക്കും വരവും കീർത്തിക്കാനോ പാടാനോ നിങ്ങൾക്ക് പറ്റുമോ? എന്താ മിണ്ടാത്തെ? എൻ്റെ മോൻ കൃഷ്ണനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ ഉണ്ടാക്കും അവൻ്റെ പേരിൽ. പേരൊക്കെ കൃഷ്ണ എന്ന് പറഞ്ഞു. പക്ഷെ ആ കൃഷ്ണൻ്റെ ചരിത്രത്തിലോ പ്രവൃത്തിയിലോ സംസാരത്തിലോ നമുക്ക് പാടാനും കേൾക്കാനും പറ്റിയ ഗുണഗണങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഭഗവാൻ അങ്ങനെയല്ല. പുണ്യശ്രവണ കീർത്തനഃ. കേൾക്കാൻ പുണ്യമാണ്, കീർത്തനം ചെയ്യാൻ പുണ്യമാണ്. ഹരേ രാമ ഗോവിന്ദ കൃഷ്ണ മുരാരേ. 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 ഇങ്ങനെ ഒരു ഈരടി നിങ്ങളുടെ കുട്ടികളുടെ പേരിൽ പാടാൻ പറ്റുമോ? ഭാര്യയുടെ പേരിൽ? അതാണ് ഭഗവാനും മനുഷ്യർക്കും തമ്മിലുള്ള വ്യത്യാസം. എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് പാട്ടുകൾ ഉണ്ടാക്കി കോർത്തിണക്കി അങ്ങോട്ട് പാടാം, ഒരു കുഴപ്പമില്ല, അവസാനിക്കില്ല, സാധ്യമുള്ളിടത്തോളം ആവാമെന്ന്. അങ്ങനെ പുണ്യശ്രവണ കീർത്തനായിരിക്കുന്ന പരമകല്യാണനായ ഹരിയെപ്പറ്റി സ്മാരിതോ ഭഗവാനദ്യ ദേവോ നാരായണോ മമ. ആ ദേവനായിരിക്കുന്ന ആദിദേവ നാരായണമൂർത്തിയെ അങ്ങ് എനിക്ക് ഓർമ്മപ്പെടുത്തി തരികയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അങ്ങയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഒരു ഉദാഹരണം എന്തെന്ന് പറയുക. അത്ര ആപ്യുദാഹരം ധീമം ഇതിഹാസം പുരാതനം ആർഷഭാണാം ച സംവാദം വിദേഹസ്യ മഹാത്മനഃ. വിദേഹരാജ്യത്തിൽ നിമി ചക്രവർത്തി എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു വലിയ സത്രം നടത്തി. സത്രം എന്ന് പറഞ്ഞാൽ ഇതൊരു സത്രമാണ്, ഒരു ജ്ഞാന മഹോത്സവമാണ്, ഒരു ജ്ഞാന സത്രമാണ്. ഇത്തവണ 10 ദിവസമാണ് ഈ സത്രം ഇവിടെ നടക്കുന്നത്. നല്ല ഒരു വൈകുണ്ഠ സദൃശമായിരിക്കുന്ന ഒരു പന്തലുണ്ട്. ഇവിടെ പല മൂർത്തികളും പൂജകളും ഒക്കെ നടക്കണു. കാലത്ത് 5:30 മണിക്ക് തുടങ്ങി ഗണപതി ഹോമം മുതലായിട്ടുള്ള കാര്യങ്ങൾ. നാൾ മുഴുവനും ഇവിടെ പുണ്യകർമ്മങ്ങളാണ്. എങ്ങനത്തത്? വേദേതിഹാസ പുരാണ സൂത്ര പ്രകരണ ഗ്രന്ഥങ്ങളാൽ മുഖരിതമായിരിക്കുന്ന അതിപവിത്രമായ സർവമംഗളവും പ്രദാനം ചെയ്യുന്നതായി വിശേഷപ്പെട്ട ഒരു സത്രശാല. ആ സത്രശാലയിൽ വന്നിരിക്കുന്നവരൊക്കെയോ ഭക്തന്മാരും ഭക്തജനങ്ങളുമാണ് അവിടെ. അങ്ങനെ വിശേഷപ്പെട്ട ഒരു സത്രം നടത്താൻ സാധിക്കുന്നത് വളരെ അപൂർവമാണ്. അതിൽ പങ്കെടുക്കാനോ സഹായിക്കാനോ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം മനുഷ്യജന്മത്തിന് സാഫല്യവും അനുഗ്രഹം നൽകുന്നതായി ഒന്നും തന്നെയില്ല. അങ്ങനെ ഒരു സത്രം നടത്തുന്ന സമയത്ത് അവിചാരിതമായി പല സംഭവങ്ങളും അവിടെ നടക്കുമത്രേ. ഇതിപ്പോൾ വിചാരിതമാണ്. എല്ലാ ദിവസവും 5 പ്രസംഗങ്ങൾ, 5 തത്വപ്രവചനങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കണമെന്ന്. സാധാരണ സത്രങ്ങളിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കൂടുതൽ ഈ അഗ്നിഹോമങ്ങളാണ് അവിടെ കൂടുതലും. വേദമന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യും. അപ്പം അവിടെ ഇങ്ങനെ നടത്തുന്ന സമയത്ത് ഓർക്കാപ്പുറത്ത് നിമി ചക്രവർത്തിയുടെ സത്രവേളയിൽ 7 യോഗികൾ വന്നു കയറി. ആ 7 പേർ യോഗികളായിട്ടുള്ളവരാണ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. സദസ്സ് മുഴുവനും എണീറ്റു.
അവരെ സ്വാഗതം ചെയ്തു, ഇരുത്തി, കൈകാലുകളൊക്കെ കഴുകി. എന്നിട്ട് നിമി ചക്രവർത്തി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിർത്തിവെച്ച് അവരുടെ മുൻപിലിരുന്ന് അദ്ദേഹം ചോദിക്കുകയാണ്, തയേകദാനിമേ സത്രം ഉപജഗ്മുറിയദൃച്ഛയാ വിദായമാന ഋഷിഭി അജനാഭേ മഹാത്മനഃ താൻ ദൃഷ്ട്വാ സൂര്യസങ്കാശാൻ മഹാഭാഗവതാൻ നൃപഃ യജമാനോഗ്നയോ വിപ്രാഹ സർവ ഏവോപതസ്ഥിരേ. അഗ്നികുണ്ഡമടക്കം എഴുന്നേറ്റ് സ്വാഗതം ചെയ്തു എന്നാണ് പറയുന്നത്. വിദേഹസ്ഥൻ അഭിപ്രേത്യ നാരായണപരായണാൻ പ്രീത സമ്പൂജയാൻ ചക്രേ ആസനസ്ഥാൻ യഥാർഹതഃ. അവരെ വേണ്ടതുപോലെ സത്കരിച്ചിരുത്തി അദ്ദേഹം ചോദിക്കുകയാണ്. എന്താ ചോദിക്കണത്? മന്യേ ഭഗവത സാക്ഷാത് പാർഷദാൻ വോ മധുദ്വിഷഃ വിഷ്ണോർഭൂതാനി ലോകാനാം പാവനായ ചരന്തി ദുർലഭോ മാനുഷോ ദേഹോ ദേഹിനാം ക്ഷണഭംഗുരഃ തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠപ്രിയദർശനം അത ആത്യന്തികം ക്ഷേമം പൃച്ഛാമോ ഭവതോ അനഘാഃ. സംസാരേസ്മിൻ ക്ഷണാർദ്ധോപി സത്സംഗഃ ശ്രേവധിർനൃണാം ധർമാൻ ഭാഗവതാൻ ബ്രൂത യദിന ശ്രുതയേ ക്ഷമം യൈഃ പ്രസന്നഃ പ്രപന്നായ ദാസ്യത്യാത്മാനമപ്യജഃ. ഇതാണ് ചോദിക്കാനുണ്ടായിരുന്നത്. അങ്ങയെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങ് സാക്ഷാത് വൈകുണ്ഠത്തിലെ പാർഷദന്മാരാണ്. ശ്രീഹരിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരും ശ്രീഹരിയോട് അടുത്ത് നിൽക്കുന്നവരുമാണ്. അങ്ങയെപ്പോലെയുള്ളവർ ഈ ലോകത്തിൽ സഞ്ചരിക്കുന്നത് എല്ലാവർക്കും പാവനത്വം, പവിത്രത വരാൻ, അനുഗ്രഹം കൈവരാനാണ്. മനുഷ്യനായി ജനിക്കുന്നത് വളരെ വളരെ ദുർലഭമാണ്. ആ മനുഷ്യജന്മം ക്ഷണഭംഗുരമാണ്, ക്ഷണികമാണ്. അതിൽ കുറച്ചു നേരെങ്കിലും നമുക്ക് സത്സംഗം, നല്ല മനുഷ്യരോട് കൂടിയുള്ള ഒരു പെരുമാറ്റം, ഒരു സഹവാസം, അവർ പറയുന്ന ആ സത്സംഗ മൊഴികളുണ്ടല്ലോ, അത് കേൾക്കാൻ സാധിച്ചാൽ വളരെ വിശേഷപ്പെട്ട ഒരു തോണിയാണത് സംസാരസാഗരം കടന്നു പോകാൻ. അങ്ങയെ കാണുമ്പോൾ അങ്ങയെപ്പോലെയുള്ളവരെ കാണുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് എന്താ? അത് ആത്യന്തികം ക്ഷേമം പൃച്ഛാമോ ഭവതോ നഘാഃ. ആത്യന്തികമായിരിക്കുന്ന ക്ഷേമം എങ്ങനെ ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. ധർമാൻ ഭാഗവതാൻ ബ്രൂത യതിനശ്രുതയേ ക്ഷമം. ഭാഗവത ധർമ്മങ്ങൾ ശരിക്കും പറഞ്ഞു മനസ്സിലാക്കി തരൂ ഞങ്ങൾക്ക്, എനിക്കത് കേൾക്കാൻ യോഗ്യതയുണ്ട്, അർഹതയുണ്ട് എന്ന് വെച്ചാൽ. ഏതാ ഈ ഭാഗവത ധർമ്മങ്ങൾ? യൈഃ പ്രസന്ന പ്രപന്നായ ദാസ്യത്യാത്മാനമപ്യയഃ. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? യൈഃ പ്രസന്നഃ. ഈ ഭാഗവത ധർമ്മങ്ങൾ എങ്ങനത്തതാ? ആ ഭാഗവത ധർമ്മങ്ങൾ ആരെങ്കിലും പരിശീലിക്കുന്നുണ്ടെങ്കിൽ, ആരിലെങ്കിലും പ്രകടമായി കാണുന്നുണ്ടെങ്കിൽ ഭഗവാൻ അതിൽ സന്തോഷിച്ചിട്ട്, വളരെയധികം സന്തോഷിച്ചിട്ട് ദാസ്യത്യാത്മാനമപ്യയഃ, ആത്മാനമപ്യജഃ. അജൻ പരമാത്മാവായ പരമേശ്വരനുണ്ടല്ലോ, തൻ്റെ സ്വന്തം ആത്മാവിനെ പോലും നൽകും ഭാഗവത ധർമ്മങ്ങൾ ഉള്ളയിടത്ത്. ആ ഭക്തനെ കണ്ട് സന്തോഷിച്ച് യാതൊരു കലവറയുമില്ലാതെ തൻ്റെ ആത്മസാമ്രാജ്യം മുഴുവനും സമ്മാനമായി നൽകാൻ തയ്യാറുള്ളവനാണ് പരമകല്യാണ നിധിയായിരിക്കുന്ന ശ്രീഹരി. അതുകൊണ്ട് ആ ഭാഗവത ധർമ്മങ്ങൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ കൊള്ളാം എന്ന് പറഞ്ഞു അത്രേ. അത് പറഞ്ഞപ്പോൾ നിമി ചക്രവർത്തി ഇങ്ങനെ ചോദിച്ചപ്പോൾ ആ ചോദിച്ചതിന് മറുപടിയായി അവർ 9 പേരാണല്ലോ വന്നിരിക്കുന്നത്. ആദ്യമായി സംസാരിച്ചത് കവിയാണ്. പക്ഷേ ഞാൻ ഇത്തവണ നമ്മുടെ ബ്രോഷറിലിട്ടത് ഹരി എന്നാണ്. അപ്പം ഹരി സംസാരിച്ചത് ആദ്യമല്ല, പിന്നീടാണ് സംസാരിച്ചത്. അപ്പം ആദ്യം സംസാരിച്ച കവിയുടെ സംഭാഷണമല്ല ഇവിടെ ഉദ്ധരിക്കുന്നത്, നേരെ മറിച്ച് ഹരി സംസാരിച്ച വർത്തമാനമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അത് മാറ്റണ്ടല്ലോ, എന്താ മിണ്ടാത്തെ? അപ്പം ഹരി സംസാരിച്ചതാണ് ഇനി പറയാൻ പോണത്. 9 പേരാണ് മാറി മാറി അവരുടെ വീക്ഷണകോണുകളിൽ നിന്ന് ഭാഗവത ധർമ്മങ്ങളെക്കുറിച്ച് പറയുന്നത്. അതിൽ ഈ ലോകത്തിനെക്കുറിച്ചും സൃഷ്ടിയെക്കുറിച്ചും മായയെക്കുറിച്ചും ഭക്തനെക്കുറിച്ചും ഭഗവാനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അതിലിപ്പോൾ ഇന്ന് നാം ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. അഥ ഭാഗവതം ബ്രൂത യദ്ധർമ്മോ യാദൃശോ നൃണാം യഥാചരതി യദ്ബ്രൂതേ യൈർലിംഗൈഃ ഭഗവത് പ്രിയഃ. ഓരോരുത്തരോടും ഓരോ ചോദ്യം ചോദിക്കുകയാണ്. അതിന് ഉത്തരമായിട്ടാണ് അവർ മറുപടി പറയുന്നത്. നിമി ചക്രവർത്തി ചോദിച്ച ചോദ്യം ഇതാണ്. അഥ ഭാഗവതം ബ്രൂത യദ്ധർമ്മോ യാദൃശോ നൃണാം യഥാചരതി യദ്ബ്രൂതേ യൈർലിംഗൈഃ ഭഗവത് പ്രിയഃ. ഭാഗവത ധർമ്മം എന്താണെന്ന് പറഞ്ഞാൽ പറഞ്ഞു തരൂ.
യഥാചരതി യദ്ബ്രൂതേ. ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു ഭക്തൻ ലോകത്തിൽ എങ്ങനെയാണ് ചരിക്കുക? അങ്ങോർക്ക് രക്തബന്ധമുണ്ടാകാം, വിവാഹബന്ധമുണ്ടാകാം, ഇതില്ലാത്തവരുമാകാം, പലതരത്തിലുള്ളവർ. ഇപ്പോൾ ഈ സദസ്സിൽ തന്നെ രക്തവിവാഹമില്ല എന്ന് തോന്നുന്നവരാണ് ഇവിടെ സന്യാസിമാരെല്ലാവരും. എന്നാൽ ഇത് രണ്ടുമുള്ളവരാണ് അപ്പുറത്തിരിക്കുന്നത്, മറ്റുള്ളവരാണ് കൂടുതൽ. അപ്പോൾ ലോകത്തിലെ എല്ലാവർക്കും അവരവരുടേതായ വാസകേന്ദ്രങ്ങളും തൻ്റെ ഒപ്പം താമസിക്കുന്ന സഹാധിവാസികളും ഒക്കെ ഉണ്ടാവാം. അവരെല്ലാവരും എങ്ങനെ പെരുമാറണു അവരോടുകൂടി? യഥാചരതി യദ്ബ്രൂതേ. പറയുന്ന വാക്കുകൾ എങ്ങനത്തതാണ്? യൈർലിംഗൈ ഭഗവത് പ്രിയ. പ്രധാനപ്പെട്ട എന്ത് ലക്ഷണങ്ങൾ കൊണ്ടാണ് ഒരു ഭഗവത് പ്രിയനെ മനസ്സിലാക്കാൻ പറ്റുക? ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു ഭക്തൻ എന്ന് പറഞ്ഞാൽ ആരെയാണ് ഭക്തൻ എന്ന് പറയുക? ഭക്തൻ്റെ ലക്ഷണം എന്താ? നിങ്ങൾക്കറിയാമോ? ഭക്തി അവസാനം മനസ്സിലും ബുദ്ധിയിലും ഹൃദയത്തിലും മാത്രമാണ് അത് നിക്ഷിപ്തമായിരിക്കുന്നതെന്ന്. ഒരു ഉത്തമ ഭക്തൻ ഒരു വിഗ്രഹവും കൊണ്ട് നടക്കൊന്നുമില്ല, ദിവസേന പാല് നൈവേദിക്കൊന്നുമില്ല ഭഗവാന്. ഉത്തമ ഭക്തൻ, ആ ഭക്തി എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഭാവമാണ്, ബുദ്ധിയിലുള്ള അറിവാണ്, അഹങ്കാരത്തിൻ്റെ നിർഗമനമാണ്, തേമാനമാണ്. അപ്പോൾ അത് ഉള്ളിലാണ് ശരിക്ക് പ്രതിഫലിക്കുക. എന്താണ് ആ ലക്ഷണം ചോദിച്ചപ്പോൾ ഹരി പറയുന്നു. ഹരിരുവാച സർവഭൂതേഷു യഃ പശ്യേത് ഭഗവദ്ഭാവമാത്മനഃ ഭൂതാനി ഭഗവത്യാത്മനി യേഷ ഭാഗവതോത്തമഃ. ഭാഗവതന്മാരെ വേണമെങ്കിൽ തരംതിരിക്കാം. താഴ്ന്ന പടിയിലുള്ളവർ, മധ്യമപടിയിലുള്ളവർ, ഉയർന്ന പടിയിലുള്ളവർ എന്നിങ്ങനെ തരംതിരിക്കാൻ വിരോധമില്ല. ആദ്യമായിട്ടൊരു ശ്ലോകം പറയുന്നു, ഉത്തമ ഭക്തൻ ആരെന്ന്. കേൾക്കുമോ? നിങ്ങൾ ഗ്രഹിക്കുമോ? ഓർമ്മ വയ്ക്കുമോ? ഉറപ്പല്ലേ? സർവഭൂതേഷു യഃ പശ്യേത് ഭഗവദ്ഭാവമാത്മനഃ. കഴിഞ്ഞു കാര്യം. ആത്മനഃ ഭഗവദ്ഭാവം സർവഭൂതേഷു യഃ പശ്യേത്. ആരാണോ ഭഗവദ്ഭാവത്തെ, ഭഗവാൻ എന്ന് പറയുന്ന ആ സാന്നിധ്യത്തെ സർവഭൂതേഷു യഃ പശ്യേത്, എല്ലാ ഭൂതങ്ങളിലും ഭഗവദ്ഭാവത്തെ കാണുന്നത്. കേട്ടുവോ? ഒക്കെ പറഞ്ഞു കേട്ടു. നമ്മൾക്ക് ഭഗവാനെ കാണണമെങ്കിൽ ഒരു ചിത്രം വേണം, ഒരു വിഗ്രഹം വേണം, ഒരു പൂജാ റൂമിലോ അല്ലെങ്കിൽ ഒരു ദേവസന്നിധിയിലോ പോകണം. അതിനു മുമ്പ് കുളിക്കണം, എന്നിട്ട് ഇന്ന പ്രകാരം പോകണം. ആരെ കാണാൻ? പരമാത്മാവായ പരമേശ്വരനെ കാണാൻ. തൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ കുളിച്ചിട്ട് വേണം ഓർക്കാൻ. എന്താ മിണ്ടാത്തേപ്പാ? ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നത് അന്തരാത്മാവാണ്. ആ അന്തരാത്മാവിനെ കാണുന്നത് മാംസക്കണ്ണുകൊണ്ടല്ല. പക്ഷേ അദ്ദേഹത്തിനെ കാണാൻ കുളിച്ചിട്ടേ കാണുള്ളൂ. എൻ്റെ അമ്മ ചെറുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഈ അമ്പലക്കുളത്തിൽ വന്ന് കുളിക്കാൻ വരുമ്പോൾ അതൊരു കാര്യമുണ്ട് കേട്ടോ, പല്ല് തേച്ചിട്ടേ ഈശ്വരനാമം ജപിക്കാൻ പാടുള്ളൂ എന്ന് പറയും. അത് ഓർമ്മ വരുമ്പോൾ എന്ത് ചെയ്യും? അതിന് മുമ്പ് തന്നെ ഈശ്വരനാമം മനസ്സിൽ വരും. അമ്മ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഓർമ്മ വയ്ക്കും. പക്ഷെ അമ്മ പറഞ്ഞിട്ടുള്ളത് പല്ല് തേച്ചിട്ടേ ജപിക്കാൻ പാടുള്ളൂ എന്നാ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ആരാണ് ഈ ഈശ്വരൻ? ആത്മനഃ ഭഗവദ്ഭാവം, ആത്മാവിൻ്റെ ഭഗവദ്ഭാവമാണ്. ആത്മാ എന്ന് പറയുമ്പോൾ ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നതാണ് അന്തരാത്മാവ്. ആ ആത്മാവിൻ്റെ വിസ്തൃത രൂപത്തെയാണ് ഭഗവദ്ഭാവം, ഭഗവാൻ എന്ന് പറയുന്നത്. ഭാഗവതം ആദ്യമേ പറഞ്ഞു, സൂതനോട് ചോദിച്ചു, അങ്ങ് ഇതിഹാസ പുരാണങ്ങൾ മുഴുവൻ വായിച്ചിട്ടുള്ള ആളാണല്ലോ, എല്ലാറ്റിൻ്റെയും എസൻസ്, തത്വം എന്താണെന്ന് ചോദിച്ചപ്പോൾ വദന്തി തത്വവിദസ്തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. നമ്മുടെ സത്രം പ്രഖ്യാപിക്കുന്ന ബ്രോഷറിൽ എപ്പോഴും ഉണ്ടാവും ഈ 4 വരി. അദ്വയമായിരിക്കുന്ന ജ്ഞാനമാണ് വാസ്തവത്തിലുള്ള എസൻസ്. അതിനെയാണ് ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാനെന്നും പറയുന്നത്. കേട്ടോ നിങ്ങൾ? ബ്രഹ്മമെന്നും ഭഗവാനെന്നും പരമാത്മാവെന്നും പറയുന്നത് തത്വം യജ്ഞാനമദ്വയം, 2 എന്നിങ്ങനെ വേർതിരിക്കാൻ ഇടവരുത്താത്തതായ ഒരു ഉണർവ് രൂപത്തിലുള്ളതായ ജ്ഞാനമാണ് ഈ വാസ്തവത്തിൽ സത്യം. ചേതനാത്മകമാണത്, ദ്രവ്യാത്മകമല്ല, ഊർജാത്മകമല്ല, ചേതനാത്മകമാണ്. ചേതന എന്ന് പറയുമ്പോൾ അറിവാണത്. ആ അറിവ് രൂപത്തിലാണ് ഈ സത്യം എന്ന് പറഞ്ഞു. ഇവിടെയോ ആത്മാവിൻ്റെ ഭഗവദ്ഭാവത്തെ എല്ലാ ഭൂതങ്ങളിലും ആർ കാണുന്നുവോ
അതുപോലെ ഭൂതാനി ഭഗവത്യാത്മനി, എല്ലാ ഭൂതങ്ങളെയും പരമാത്മാവിൽ സ്ഥിതി ചെയ്യുന്നതായി ആര് കാണുന്നുവോ ആ കാഴ്ചയുള്ളവനാണ് ഭാഗവതോത്തമ. ആര്? പ്രസാദം തൊട്ട് മാലയണിഞ്ഞ് കണ്ണെഴുതി പ്രത്യേകിച്ച് മോതിരമിട്ട് ഭഗവാന്റെ പേരുകളുള്ള ആ വസ്ത്രങ്ങൾ കൊടുത്ത്, എന്താ നിങ്ങൾ മിണ്ടാതെ? ഇതൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. എന്താ അത്? ഭൂതാനി ഭഗവത്യാത്മനി. ഈ ചരാചരമായിരിക്കുന്ന പ്രപഞ്ചം മുഴുവനും നിലനിൽക്കുന്നത് എൻ്റെ ഭഗവാനിലാണ്. എൻ്റെ ഭഗവാനോ അണുക്കളിലുമുണ്ട്, ബ്രഹ്മാണ്ടത്തിൽ മുഴുവനുമുണ്ട്. ഇങ്ങനെ മുഴുവനുമുണ്ട് എന്നുള്ള ഒരു തോന്നൽ, എന്നൊരു ദൃഷ്ടി, എന്നൊരു അനുഭവം, ഒരു കാഴ്ചപ്പാട്. അങ്ങനെ ഈശ്വരൻ എന്ന് പറയുമ്പോൾ സർവവ്യാപിയാണ്. ആ ഈശ്വരനല്ലാതെ ഒന്നുമില്ല. അദ്ദേഹം തന്നെ എല്ലാം. വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ. വാസുദേവ സർവമിതി, വാസുദേവനാണ് എല്ലാം, എല്ലാം, എല്ലാം. ഒന്ന് മാത്രമല്ല, പൂജാ റൂമിൽ മാത്രമല്ല, വിഗ്രഹത്തിൽ മാത്രമല്ല, ഗർഭഗൃഹത്തിലോ ശ്രീകോവിലിലോ മാത്രമല്ല, ക്ഷേത്രങ്ങളിൽ മാത്രമല്ല, ഭൂമിയിൽ, ജലാശയത്തിൽ, വായുകോശത്തിൽ, വായുവിന് ഉപരിയുള്ള ശൂന്യാകാശത്തിൽ, എല്ലാ ഗോളങ്ങളിലും, അനന്തമായ പ്രപഞ്ചമാകെ, അണുവിലും അണുവിലും കടാഹത്തിലും കടുകിലും എല്ലാറ്റിലും ഒരുപോലെ അധിവസിക്കുന്ന, ഉള്ളിലും പുറത്തും ഒരുപോലെ ജാജ്വല്യമാനമായിരിക്കുന്ന അങ്ങനെ ഒരു ചൈതന്യ വിശേഷമാണ് ഭഗവാൻ. അങ്ങനെ ഭഗവാൻ എന്ന് പറയുമ്പോൾ സർവവ്യാപകമായിരിക്കുന്ന ഒരു ധാരണയാകണം നമ്മുടെ മനസ്സിൽ പൊന്തി വരുന്നത്. അങ്ങനെ ഭൂതാനി ഭഗവത്യാത്മനി ഏഷ ഭാഗവതോത്തമ. ഇങ്ങനെയുള്ളവനാണ് ഉത്തമനായ ഭാഗവതൻ. അവിടുന്ന് അങ്ങടോ ഈ ഉത്തമത്വത്തിലേക്ക് നയിക്കുന്ന പല പടികളുമുണ്ട്. അതിലേറ്റവും താഴത്തുള്ള പടി എന്താ? അർച്ചായാം ഏവ ഹരയേ പൂജാം യശ്രദ്ധയേ ഹതേ ന തദ് ഭക്തേഷു ചാന്യേഷു സ ഭക്തഃ പ്രാകൃതസ്മൃതഃ. അർച്ചായാം ഏവ ഹരയേ പൂജാം യശ്രദ്ധയേ ഹതേ. ഭഗവാനാണെന്ന് പറഞ്ഞ് ഒരു വിഗ്രഹം മേടിച്ചു. അത് സാളിഗ്രാമമാകാം, ശിവലിംഗമാകാം, ഒരു കൃഷ്ണൻ്റെ പ്രതിമയാകാം, സ്കന്ദൻ്റെ മുരുകൻ്റെ പ്രതിമയാകാം. അങ്ങനെ ഏതെങ്കിലും ഒന്ന് മേടിച്ചു. എന്നിട്ടോ അർച്ചായാം ഏവ ഹരയേ പൂജാം യശ്രദ്ധയേ ഹതേ. ശ്രീഹരിക്കുള്ള പൂജ കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ശ്രീഹരി, ശ്രീഹരി എവിടെയാ? എന്താ മിണ്ടാത്തെ? എല്ലായിടത്തുമുണ്ട് ശ്രീഹരി. അങ്ങനെ എല്ലാറ്റിനെയും ഗ്രസിച്ച് എല്ലാം അധിവസിക്കുന്നതായ ശ്രീഹരിക്കുള്ള പൂജ അർച്ചായാം ഏവ. എൻ്റെ കയ്യിലുള്ള വിഗ്രഹത്തിൽ മാത്രം. അവിടെ ഇവിടെയും വീണ ഇഷ്ടാവില്ല, അവിടെ തന്നെ വീണം. അവിടെ മാത്രമേ ഭഗവാനുള്ള പൂജയുള്ളൂ. ബാക്കിയുള്ളതോ ന തദ്ഭക്തേഷു ചാന്യേഷു. ആ ഹരിഭക്തന്മാർ പലരുമുണ്ട്. അവർക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്. നാരായണ നാരായണ കൃഷ്ണ എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് അവർ. അവരിൽ എന്തെങ്കിലും ഒരു താല്പര്യമോ ശ്രദ്ധയോ സ്നേഹമോ ഇല്ല. അവർ പറയുന്നത് കേൾക്കുക, അവർക്ക് ആവശ്യമുള്ള വസ്ത്രമോ ഭക്ഷണമോ കൊടുക്കുക. അങ്ങനെയുള്ള ഒരു ചിന്തയൊന്നുമില്ല. നേരെ മറിച്ച് ഞാനുണ്ട്, എൻ്റെ വിഗ്രഹമുണ്ട്, എൻ്റെ പൂജയുണ്ട്, ഞാൻ കാലത്ത് കുളിക്കണു, ഊക്ക് കഴിക്കണു, ജപിക്കണു, തപിക്കണു, ഇത്രയേ ഉള്ളൂ, എനിക്ക് ബാക്കിയൊന്നുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ടല്ലോ. ന തദ്ഭക്തേഷു ചാന്യേഷു സ ഭക്തഃ. ആ ആൾ ഭക്തൻ തന്നെ. പക്ഷേ എങ്ങനത്തവൻ? പ്രാകൃതസ്മൃത. പ്രാകൃതനാണ്, സംസ്കൃതനല്ല. റസ്റ്റിക് ഡിവോട്ടി. കേട്ടുവോ നിങ്ങൾ? കേട്ടില്ല എന്നാ തോന്നണേ. മനോഭാവമാണ് ഇവിടെ മുഖ്യം. ഭക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറിയ ഒരു ഭഗവാനെ പോലെ അഖില ജീവങ്ങളോടും വാത്സല്യം നിങ്ങൾക്ക് തോന്നണം. ഇനി മധ്യമനായിരിക്കുന്ന ഭക്തനാരാ? ഈശ്വരേ തദധീനേഷു ബാലിശേഷു ദ്വിഷസ്സു ച പ്രേമ മൈത്രീ കൃപോപേക്ഷ യഃ കരോതി സ മധ്യമഃ. ഈശ്വരേ തദധീനേഷു ബാലിശേഷു ദ്വിഷസ്സു ച. അപ്പം ഇവിടെ ഒരു വിഗ്രഹമുണ്ട്. അത് സ്ഥൂലമായ ഒരു വിഗ്രഹം. പൂക്കളുണ്ട്, ദ്രവ്യങ്ങളാണത്. പൂജ ചെയ്യണു കൈകൊണ്ട്. കേൾക്കുന്നുണ്ടോ? അപ്പോൾ സ്ഥൂല വിഗ്രഹം, ദ്രവ്യാത്മകമായ പുഷ്പം, സ്ഥൂലം, പഞ്ചഭൂതം കൊണ്ടുണ്ടാക്കിയതൊക്കെ സ്ഥൂലാണ്. അങ്ങനെയുള്ള പൂജയാണ് ആദ്യത്തെ പടി. ഇവിടെയോ ആ പുറമേ ഉള്ളതൊക്കെ പോയി.
എന്നിട്ട് മനസ്സിലായി നമ്മുടെ പൂജയും ആരാധനയും. എങ്ങനത്തതാണത്? ഈശ്വരനോട് പ്രേമം മാത്രം. എന്ത്? ഈശ്വരനോട് സ്നേഹം, അതുമാത്രം നിങ്ങൾ കൊടുക്കില്ല. ക്ഷേത്രത്തിൽ ചെന്നാൽ പുഷ്പാഞ്ജലി ആർക്കാ നടക്കുക? പുഷ്പാഞ്ജലി നടത്തുന്നത് ദേവന്. ആർക്ക് വേണ്ടിയിട്ടാ? വീട്ടിലുള്ള അംഗങ്ങളുടെ നക്ഷത്രം മുഴുവൻ എഴുതി കൊടുത്ത് ഉറപ്പ് വരുത്തിയിട്ടാണ് പുഷ്പാഞ്ജലി നടത്തുക. എൻ്റെ ഗ്രഹപ്പഴ വല്ലവരും പോവോ ഈ കുഴപ്പത്തിന്? ഒരൊറ്റ പുഷ്പാഞ്ജലി, കനത്ത പുഷ്പാഞ്ജലി ഭഗവാന്റെ നക്ഷത്രത്തിൽ നടത്തി ലോകം മുഴുവനും നന്നായിരിക്കട്ടെ, കൂട്ടത്തിൽ എൻ്റെ കുട്ടികളെന്ന് പറഞ്ഞാൽ പോരെ? അത് പറയില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ഈശ്വരനോട് സ്നേഹമുണ്ടോ, അതോ ഈശ്വരൻ്റെ സഹായം നിങ്ങൾ തേടുന്നുവോ നിങ്ങളുടെ സ്നേഹം പിന്തുടരാൻ? തുറന്ന് പറയണപ്പാ. നിങ്ങളുടെ മനസ്സിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന പ്രത്യേക താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ പരിരക്ഷിക്കാൻ വേണ്ടി ഈശ്വരനോട് നമ്മൾ കൂട്ടുപിടിക്കുകയാണ് നമ്മുടെ സമ്പ്രദായം. അത് വേണ്ടെന്നാ പറയുന്നത്. ഈശ്വരനോട് പ്രേമം മാത്രം മതി. ഈശ്വരേ പ്രേമമൈത്രീ കൃപോപേക്ഷ. ഈശ്വരനോട് പ്രേമം. ഇനി നമുക്ക് സ്നേഹം വേണ്ടത് ആരോടാ? തദധീനേഷു, ഈശ്വരഭക്തന്മാരോട്. ആ ഈശ്വരഭക്തന്മാർ പ്രായേണ ഭക്തി മൂത്ത എന്ത് ചെയ്യും? അവർ ഗൃഹബന്ധങ്ങളെയും രക്തബന്ധങ്ങളെയും വിവാഹബന്ധങ്ങളെയും എല്ലാം വിട്ട് നാരദ മഹർഷിയെപ്പോലെ, ശുഗമഹർഷിയെപ്പോലെ, വേദവ്യാസരെപ്പോലെ കുടീരവാസികളായി, സന്യാസിമാരായി, ഭഗവാന്റെ നാമങ്ങളും കീർത്തനങ്ങളുമായി, ഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനം, പ്രവചനം, ഇങ്ങനെയൊക്കെയായി അവർ നടക്കുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ളവരുടെ അടുത്ത് പോണതും അവരായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതും ആവശ്യമാണ്. അവരോട് ചോദിക്കുക, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറയുക. കൊടുക്കലും മേടിക്കലുമാണല്ലോ മൈത്രി. അവർക്ക് വേണ്ടത് നമ്മൾ കൊടുക്കുക. അങ്ങനെ മൈത്രി എന്ന് പറയുന്നത് ഈശ്വര ഭക്തന്മാരോട് കൂടിയിട്ടാണ് വേണ്ടത്. പിന്നെയോ ബാലിശേഷു ദ്വിഷസുജ, അറിവില്ലാത്തവരുണ്ട്, മൂഢന്മാർ. അവരോട് നിങ്ങൾക്ക് എന്ത് തോന്നണം? കൃപ, ദയവ് തോന്നണം. അവൻ്റെ ഒരു പൂജ, അവൻ പോയിരിക്കണു സത്രത്തിലേക്ക്, വേറെ ഒരു ജോലിയില്ല എന്ന് തോന്നുന്നു. ഇവിടെ സീരിയൽ നന്നായിട്ട് നടക്കണു, കഷ്ടേ താനിത് മിസ് ചെയ്തുല്ലോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. അറിവില്ലായ്മ കൊണ്ട് പറയുകയാണെന്ന് പറഞ്ഞ് അവരോട് ദേഷ്യം തോന്നരുത്, കൃപ തോന്നണം. പിന്നെ ദ്വിഷസുജ, ഈശ്വരനെ ദ്വേഷിക്കുന്നവർ, നിങ്ങളെയും ദ്വേഷിക്കുന്നവരുണ്ടല്ലോ, അവരോട് ഉപേക്ഷ, അവരുണ്ടെന്ന് പോലും കണക്കാക്കരുത്. ഇങ്ങനെ 4 വിധത്തിൽ സമാന്തരമായിരിക്കുന്ന മനോഭാവങ്ങൾ സദാ മനസ്സിൽ പുലർത്തുന്നവരാണ് മധ്യമഭക്തന്മാർ. മനസ്സിലായോ? അതോ ഇനിയും തെളിച്ചു പറയണോ? ഈശ്വരനോട് പ്രേമം, ഈശ്വരഭക്തന്മാരോട് മൈത്രി, അറിവില്ലാത്ത മൂഢന്മാരോട് ദാക്ഷിണ്യം, കൃപ, ദയ. അവിടെ ഞങ്ങളുടെ ശത്രുപക്ഷത്തിലോ ദ്വേഷിച്ചുകൊണ്ടും നിന്ദിച്ചുകൊണ്ടും ഇരിക്കുന്നവർ അവരുണ്ടെന്ന് തന്നെ കണക്കാക്കരുത്, ഉപേക്ഷിക്കുക. ഇങ്ങനെ 4 വിധം മനോഭാവങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് പിന്തുടരാവുന്നതാണ്. പൂജയോ എപ്പോഴും പിന്തുടരാൻ പറ്റുമോ? അതിന് പൂവ് വേണം, വിഗ്രഹം വേണം, പൂവ് വാടരുത്, അതിനൊരിടത്ത് ഇരിക്കണം, മന്ത്രം ചൊല്ലണം. അങ്ങനെയൊക്കെ ആയാലും അരമണിക്കൂർ 1 മണിക്കൂർ സമയം കിട്ടുള്ളൂ. ഇത് മനസ്സിൽ എപ്പോഴും ഈ 4 മനോഭാവം എപ്പോഴും നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റും. ഇത് 2ാമത്തെ ഭക്തൻ. ഇനി ഉത്തമ ഭക്തനാരാ? ഒരു തവണ പറഞ്ഞു വെച്ചു. സന്തോഷം, സന്താപം എന്ന തരത്തിലുള്ള 2 അനുഭവമാണ് ഈ ലോകവസ്തുക്കളിൽ നിന്ന് എല്ലാം കൂടി കിട്ടുന്നത്. കേട്ടുവോ? മനസ്സിലായോ? ആ 2 ഉറങ്ങുന്ന സമയത്ത് അതും ഇല്ലാതെയായി പോണു. അപ്പം നമ്മുടെ മനസ്സ് എങ്ങനത്തതാ? ഈ ലോകത്തിന് മുഴുവനും 5 ചുരുക്കി മനോമേഖലയിൽ 2 തീർത്ത് ഉറക്കത്തിൽ അതിനെയും കൂടി തുടച്ചു മാറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഉള്ളിൽ ശക്തി ഉണ്ടോ ഇല്ലേ? ഈ ലോകത്തിനെ മുഴുവനും തുടച്ചു മാറ്റി ഒന്നുമില്ലാത്തതാക്കി തീർക്കാനുള്ള ഒരു കരുത്ത് നിങ്ങളുടെ ഉള്ളുണർവിന് ഉണ്ടോ ഇല്ലയോ? യോ നദ്വേഷ്ടി ന ഹൃഷ്യതി, ആർക്കാണോ ക്രമത്തിലധികം ദ്വേഷമോ സന്തോഷമോ ഇല്ലാതെ ഇരിക്കുന്നത്. എങ്ങനെ? വിഷ്ണോർമായാമിതം പശ്യൻ. ഇത് മുഴുവനും വാസ്തവത്തിൽ ക്ഷണികമാണ്, എക്കാലത്തും നിലനിൽക്കുന്നതല്ല. നമ്മുടെ ഭൂമി പോലും നശിക്കും. ഒരു ബ്രഹ്മാവും ഒരു കാലാവധി കഴിഞ്ഞാൽ അദ്ദേഹവും അസ്തമിക്കും. ആരും ഇവിടെ നിരന്തരമോ ചിരന്തനമോ അല്ല. അങ്ങനെ ഇരിക്കുന്നതൊരു മായാവിലാസം മാത്രമാണ് എന്ന് വിചാരിച്ച് മഹാവിഷ്ണുവിനെ മാത്രം സ്മരിച്ചുകൊണ്ട്, മഹാവിഷ്ണു രചിച്ച ഈ ലോകത്തെപ്പറ്റി അത്രയൊന്നും ഗവനിക്കാതെ എന്തു തന്നെ വന്നാലും കുലുങ്ങാതെ ഇരിക്കണം. അങ്ങനെയുള്ള ഒരു നിലയാണ് നമുക്ക് വേണ്ടത്. ന കാമകർമ്മ ബീജാനാം യസ്യ ചേതസി സംഭവഃ വാസുദേവൈകനിലയഃ സവൈ ഭാഗവതോത്തമഃ. ന കാമകർമ്മ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? 11ാമത്തെ സ്കന്ധം മുക്തിസ്കന്ധമാണ് ഈ പറയുന്നത്. ന കാമകർമ്മ ബീജാനാം യസ്യ ചേതസി സംഭവഃ.
ആരുടെ മനസ്സിലാണോ കാമം എന്ന് പറഞ്ഞാൽ ആശ, ആഗ്രഹം, കർമ്മബീജാനാം, നമ്മെ ഈ ലോകത്തിൽ പ്രവർത്തിപ്പിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും ആശകളാണ്. അങ്ങനെ പലവിധ പ്രവൃത്തികൾക്കും കാരണഭൂതമായിരിക്കുന്ന കാമം ആരുടെ മനസ്സിലാണോ ഉദ്ഭവിക്കാതെ ഇരിക്കുന്നത്, അങ്കുരിക്കാതെ ഇരിക്കുന്നത്, അങ്ങനെ മനസ്സിൽ ആശ തോന്നാതെ ഇരിക്കണമെങ്കിൽ എന്തു വേണം? വാസുദേവൈകനിലയ, വാസുദേവൈകനിലയ. ഒന്ന് പറയൂ. പോരാ, എത്ര നിങ്ങൾക്കൊന്നും നാവില്ലേ എന്നാണ് ഞാൻ ചോദിക്കണത്. ഒന്ന് പറയൂപ്പാ. വാസുദേവൈകനിലയ, വാസുദേവൈകനിലയ. എല്ലാവരും പറഞ്ഞില്ല. എനിക്ക് എണീറ്റ് പോവാനാ തോന്നണത്. വാസുദേവൈകനിലയ, വാസുദേവൻ മാത്രമാണ് ആശ്രയം, വാസുദേവൻ മാത്രമാണ് ആശ്രയം. പരമാത്മാവായിരിക്കുന്ന പരമേശ്വരൻ മാത്രമാണ് ഈ ലോകത്തിനും ലോകത്തിൽപ്പെട്ട എനിക്കും ആശ്രയം എന്നുള്ള ഒരൊറ്റ വിചാരത്തിൽ എല്ലാവിധത്തിലുള്ള ആശകളും മുങ്ങി 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 അങ്ങോട്ട് പോണു. സവൈ ഭാഗവതോത്തമ, ആ മനുഷ്യനാണ് ഉത്തമനായിരിക്കുന്ന ഭാഗവതൻ. ഇങ്ങനെ ആവാൻ വല്ല വിഷമമുണ്ടോ? ഇതിന് എത്ര കൊട്ട പണം വേണം? എവിടെയൊക്കെ പോയി പഠിക്കണം? ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കണോ? ബോസ്റ്റണിൽ പോണോ? ഭാഗവതത്തിൽ പോയാൽ മതി. സവൈ ഭാഗവതോത്തമ നയസ്യ ജന്മകർമ്മഭ്യാം ന വർണ്ണാശ്രമജാതിഭിഃ സജ്ജതേസ്മിൻ അഹംഭാവോ ദേഹേ വൈ സഹരേ പ്രിയ. ഒരു തരത്തിലും വർണ്ണത്തെയോ ആശ്രമത്തെയോ ചൊല്ലി, പഠിപ്പിനെ ചൊല്ലി സംസാരിക്കാൻ അറിയും എന്നുള്ള നിലയ്ക്ക് പ്രവക്താവാണെന്നുള്ള വിചാരമോ എന്തു തന്നെ ആയാലും ഒന്നിനെ ചൊല്ലിയും ദേഹത്തിൽ ഒരു വിധത്തിലുള്ള അഹംഭാവം, അഭിമാനമില്ലാതെ ഇരിക്കുന്നതാരോ ആ ആള് ഉത്തമ ഭക്തനാണ്. നമ്മുടെ ശങ്കരാചാര്യർ കേരളത്തുകാരനാ. 1200 ചില്ലാനം കൊല്ലം മുമ്പ് നടന്ന വർത്തമാനാണ്. അദ്ദേഹം ഒരു സന്യാസിയായി കാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ആ സഞ്ചരിച്ച സമയത്ത് കൂട്ടത്തിലുള്ള ശിഷ്യന്മാരെല്ലാവരും കൂടി ഒരു പറയൻ 4 ആടിനെയും കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ, പഴയ കാലത്ത് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞങ്ങളതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടുമുണ്ട്, കുറേ പറഞ്ഞിട്ടുണ്ടെന്ന് വയ്ക്കുക. അങ്ങനെ ഹാ എന്ന് പറഞ്ഞു മാറി നിൽക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയാൻ തോന്നുന്നു, പഴയ കാലത്ത് അയിത്തുള്ള കാലത്തുള്ള ശബ്ദ ഹാ എന്ന് പറഞ്ഞാൽ അയിത്തുള്ളവർ പോണത്രേ. ആ ആടിനെ കൊണ്ടുപോകുന്ന ആളവിടെ തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കും, ആചാര്യദേവ, അങ്ങ് ആരോടാ മാറി നിൽക്കാൻ പറയണത്? ദേഹത്തോടാണെങ്കിൽ അങ്ങയുടെ ദേഹം പഞ്ചഭൂതം കൊണ്ടുണ്ടാക്കിയതാ, എൻ്റെ ദേഹവും പഞ്ചഭൂത നിർമ്മിതമാണ്. അപ്പം അങ്ങയുടെ ദേഹത്തിൽ ഇല്ലാത്തൊരശുദ്ധി എൻ്റെ ശരീരത്തിൽ ഉണ്ടാകുമോ? ഇനി അങ്ങ് ജീവനോടോ ആത്മാവിനോടോ ആണ് മാറി നിൽക്കാൻ പറയുന്നതെങ്കിൽ അങ്ങയുടെ സിദ്ധാന്തപ്രകാരം ആത്മാ അചലമല്ലേ, നിശ്ചലമല്ലേ, ഒന്നല്ലേ? ഒന്നായതുകൊണ്ട് അത് മാറുക, മാറി നിൽക്കുക, അങ്ങനെയുള്ളതുണ്ടോ? എന്താ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ദേഹമാണെങ്കിൽ 2 ദേഹവും തുല്യമാണ്, ആത്മാവാണെങ്കിൽ ഒന്നേ ഉള്ളൂ. അപ്പം ആരെയാ ഈ മാറി നിൽക്കാൻ പറയണത് എന്ന് ചോദിച്ചു അത്രേ. എന്നിട്ട് കൂട്ടിച്ചേർത്തതാ, കിം ഗംഗാംബുനി ബിംബിതേംബരമണു ചണ്ഡാലവാടീപയഃപൂരേ ചാന്തരമസ്തി കാഞ്ചനഘടീ മൃത്കുംഭയോർവാംബരേ പ്രത്യഗ്വസ്തുനി നിസ്തരംഗ സഹജാനന്ദാവബോധാംബുധൗ വിപ്രോയം ശ്വപജോയമിത്യഭിമഹാൻ കോയം വിഭേദഭ്രമഃ. അങ്ങക്ക് എങ്ങനെയാണ് ഈ ഭ്രമം ഉണ്ടായത്? ഗംഗാജലത്തിൽ പ്രതിബിംബിക്കുന്ന സൂര്യൻ, ഒരു ചണ്ടാളൻ്റെ കുടീരത്തിൽ ഒരു പൊട്ട ഒരു കുഴിയുണ്ട്, അതിൽ കുറച്ച് വെള്ളം, ചളിവെള്ളം കെട്ടി നിൽക്കണു, അവിടെയും പ്രതിബിംബിക്കുന്നു സൂര്യൻ. ഈ 2 സൂര്യ പ്രതിബിംബത്തിനും തമ്മിൽ വ്യത്യാസമുണ്ടോന്ന്? കിം ഗംഗാംബുനി ബിംബിതേംബരമണു ചണ്ഡാലവാടീപയഃപൂരേ ചാന്തരമസ്തി കാഞ്ചനഘടീ മൃത്കുംഭയോർവാംബരേ. ഒരു സ്വർണ്ണക്കുടത്തിലും മൺകുടത്തിലുമുള്ള ആകാശത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പ്രത്യഗ്വസ്തുനി നിസ്തരംഗ സഹജാനന്ദാവബോധാംബുധൗ. 7 കടലിലും ഒരേപോലെയുള്ള ലവണജലം എന്ന് പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചം മുഴുവനും പരന്നു കിടക്കുന്നത്, പരിലസിക്കുന്നത് അഭൗമമായിരിക്കുന്ന ഒരു പ്രകാശമാണ്, ആത്മപ്രകാശമാണ്, ചേതനയാണ്. ആ ചേതനയാണ് എല്ലാറ്റിൻ്റെയും ഉള്ളിൽ എല്ലാം തന്നെ. അങ്ങനെ ഇരിക്കെ
ഞാൻ ബ്രാഹ്മണനാണ്, വേറെ ഒരാൾ ശുഭജനാണ് എന്നിങ്ങനെയുള്ള വ്യത്യാസം അങ്ങയുടെ ബുദ്ധിയിൽ എങ്ങനെയാണ് ഉദിച്ചത് എന്ന് ചോദിച്ചു അത്രേ. ഉടനെ ശങ്കരാചാര്യർക്ക് ബോധം വന്നു. സ്വയം തിരുത്താൻ തീരുമാനിച്ച് ഈ സത്യം ആര് പറഞ്ഞു തരണോ? ചാണ്ടാലോസ്തു സതുദ്വിജോസ്തു ഗുരുരിത്യേഷ മനീഷാ മമ. ഈ പരമസത്യം, അഭേദസത്യം, അദ്വയ സത്യം ആർ പറഞ്ഞു തരണോ ആ ആള് ചാണ്ടാളനായാലും എൻ്റെ ഗുരു തന്നെ എന്ന് പ്രണമിച്ച് ഒരു മനീഷാ പഞ്ചകം അദ്ദേഹം രചിക്കുകയുണ്ടായി. അപ്പോൾ ഒരു തരത്തിലുള്ള അഭിമാനവും ശരിയല്ല. ത്രിഭുവന വിഭവഹേതവേപ്യകുണ്ഠസ്മൃതിരജിതാത്മസുരാദിഭിർ വിമൃഗ്യാത് ന ചലതി ഭഗവത് പദാരവിന്ദാത് ലവനിമിഷാർദ്ധമപി യസ്സ വൈഷ്ണവാഗ്രഹ. വേറെയും ചില ശ്ലോകങ്ങളുണ്ട്, എല്ലാം പറയാൻ നമുക്ക് സമയമില്ലല്ലോ. ത്രിഭുവന വിഭവഹേതവേപ്യകുണ്ഠസ്മൃതി, 3 ലോകത്തിലുമുള്ള വിഭവങ്ങൾ വേണം, തന്നാൽ പോലും വേണം എന്ന് കൊതിച്ചിട്ട് അതൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് തന്നാൽ കൂടി എൻ്റെ മനസ്സ്, തൻ്റെ മനസ്സ് മഹാവിഷ്ണുവിൽ നിന്ന്, ശ്രീഹരിയിൽ നിന്ന് അരനിമിഷം പോലും വേറിടില്ല എന്നുള്ള നില ആർക്ക് വന്നിട്ടുണ്ടോ ആ ആളാണ് ഉത്തമ ഭക്തൻ. ന പാരമേഷ്ട്യം ന മഹേന്ദ്രധിഷ്ണ്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധീരപുനർഭവം വാ മയ്യർപ്പിതാത്മേച്ഛതി മദ്വിനാന്യത്. നമ്മുടെ മനസ്സ് പൂർണ്ണമായി മനസ്സിൽ അർപ്പിക്കപ്പെട്ടാൽ ആ ഭക്തന് പിന്നെ വേറെ ഒരു കാര്യവും ആവശ്യമില്ല. ബ്രഹ്മലോകമോ പാതാളലോകമോ ഭൂലോകത്തിൻ്റെ ചക്രവർത്തി സ്ഥാനമോ ഒന്നും തന്നെ വേണ്ട, അതുമാത്രം മതി. നമ്മുടെ പൂർണ്ണമാകുന്നത് ഭക്തി എന്ന് പറഞ്ഞാൽ അൺഅഡൾട്ടറേറ്റഡ്, അൺകണ്ടാമിനേറ്റഡ്, undistracted devotion to the Supreme Lord, who is no other than your own indweller, fills your mind in abundance. നമ്മുടെ മനസ്സിലൊരു ധാരാളിത്വം, ഒരു ഉൾപൂർണ്ണത രചിക്കുന്നതാണിത്. അതിൻ്റെ മുൻപിൽ 3 ലോകങ്ങളും അതിലെ നേട്ടങ്ങളും ഒന്നുമല്ല. അപ്പോൾ എന്ത് നേട്ടത്തിനും വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മനസ്സ് വ്യതിചലിക്കാതെ ഇരിക്കുന്ന ആള് ആരോ ആ ആളാണ് ഉത്തമ ഭക്തൻ. അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, വിസൃജതി ഹൃദയം നയസ്യ സാക്ഷാത് ഹരിരവശാഭിഹിതോപ്യഘൗഘനാശഃ പ്രണയരശനയാ ധൃതാംഘ്രിപദ്മഃ സഭവതി ഭാഗവത പ്രധാന ഉക്തഃ. വിസൃജതി ഹൃദയം നയസ്യ സാക്ഷാത് ഹരിരവശാഭിഹിതോപ്യഘൗഘനാശഃ. ഈ ഹരി എങ്ങനത്തവനാ? അഘൗഘനാശനാണ് എന്ന് പറഞ്ഞാൽ എത്ര പാപകൂമ്പാരമുണ്ടെങ്കിലും അത് മുഴുവനും നശിപ്പിക്കാൻ പറ്റിയ തരത്തിലുള്ള അഗ്നിയാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ ആരുടെ ഹൃദയത്തെയാണോ വിടാതെയിരിക്കുന്നത്, വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. ശ്രീഹരി എല്ലാവിധത്തിലുള്ള പാപങ്ങളെയും നശിപ്പിക്കുന്ന പരമപ്രകാശം ഉൾച്ചേതനയായിരിക്കുന്ന ശ്രീഹരി ആരുടെ ഹൃദയത്തെയാണോ വിടാതെയിരിക്കുന്നത് ആ ആളാണ് ഉത്തമ ഭക്തൻ. വിടാതെയിരിക്കാൻ എന്തു വേണം? പ്രണയരശനയാ ധൃതാംഘ്രിപദ്മഃ. പ്രണയരശനയാ ധൃതാംഘ്രിപദ്മഃ. പ്രണയം എന്ന് പറഞ്ഞാൽ സ്നേഹം, രശന എന്ന് പറഞ്ഞാൽ കയറ്, സ്നേഹക്കയറ്. അത് അങ്ങാടിയിൽ നിന്ന് കിട്ടുമോ? പിന്നെ എവിടുന്നാ കിട്ടുക? കിട്ടില്ല. അത് ഉണ്ടാക്കണം, നമ്മൾ തന്നെ ഉണ്ടാക്കണം. നമ്മുടെ മനസ്സിൽ നിന്നാണല്ലോ സ്നേഹം വരിക. ആ സ്നേഹത്തിന് ഒരു കയറ് പോലെയാക്കി ധൃതാംഘ്രിപദ്മഃ. ഭഗവാന്റെ കാലുകൾ രണ്ടിനെയും വരിഞ്ഞങ്ങോട്ട് കെട്ടുക. എത്ര ചുറ്റണോ അത്ര ചുറ്റിക്കോളൂ. ആ കെട്ട് ഭേഷായിട്ട് കെട്ടണം. കെട്ടിക്കഴിഞ്ഞ് ആരുടെ ഹൃദയത്തെ വിട്ടുപിരിയാൻ പറ്റാതെ നിസ്സഹായനായി ഹരി മനുഷ്യ ഹൃദയത്തിൽ വസിക്കുന്നുവോ, ആ ആരുടെ ഹൃദയത്തിൽ വസിക്കുന്നതോ ആ ആളാണ് സഭവതി ഭാഗവത പ്രധാന ഉക്ത. അദ്ദേഹമാണ് ഭാഗവതന്മാരിൽ വെച്ച് പ്രധാനി. ആര്? പ്രണയം എന്ന് പറയുന്ന കയറുകൊണ്ട് ശ്രീഹരിയുടെ പാദാരവിന്ദങ്ങളെ വരിഞ്ഞ് ഇറുക്കി അങ്ങോട്ട് കെട്ടിയിട്ടതിൻ്റെ പേരിൽ ഹൃദയം വിട്ടു പോകാൻ പറ്റാതെ ആവുമ്പോൾ, ഹരി ആവുമ്പോൾ, ആ സമയത്താണ് നിങ്ങൾ ഉത്തമ ഭക്തന്മാരാകുന്നത്. ഇതാണ് മുക്തിസ്കന്ധത്തിൽ ശ്രീമദ് ഭാഗവതത്തിൽ നിങ്ങൾക്ക് നൽകാനുള്ള വാഗ്ദത്തം, നിങ്ങൾക്ക് നൽകാനുള്ള ആഹ്വാനം, നിങ്ങൾക്ക് നൽകാനുള്ള ഉപദേശം, നിങ്ങളിൽ ചൊരിയുന്ന പരമമായിരിക്കുന്ന കല്യാണം, വലിയ ഒരു നിധി. മനസ്സ് നിങ്ങൾക്കുണ്ടോ? സ്നേഹമുണ്ടോ? അതിനെ കയറാക്കുവോ?
അത് ഭഗവാന്റെ കാലുകളെ വരിഞ്ഞു കെട്ടുമോ? എന്നിട്ട് അദ്ദേഹത്തിന് പോകാൻ പറ്റാതെയാക്കി തീർക്കുമോ? കഴിഞ്ഞു. എല്ലാവരും വൈകുണ്ഠത്തിലായി കഴിഞ്ഞു. ഇനി മിണ്ടരുത്, തുള്ളി ചാടിക്കോളൂ, വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിൽ ഒരു ശ്ലോകമുണ്ട്. എന്താണത്? സന്ധ്യാവന്ദന ഭദ്രമസ്തു ഭവതേ ഭോസ്നാനതുഭ്യം നമോ ഭോ ദേവാഃ പിതരശ്ച തർപ്പണ വിധൗ നാഹം ക്ഷമക്ഷമ്യതാം യത്ര ക്വാപി നിഷദ്യ യാദവകുലോത്തം സസ്യകം സദ്വിഷഃ സ്മാരം സ്മാരമഘം ഹരാമി തദലം മന്യേകി മന്യേന മേ. അദ്ദേഹം പറയാണ്, സന്ധ്യാവന്ദനേ നിനക്ക് നമസ്കാരം. കാലത്തെണീറ്റ് കുളിക്കാറുണ്ട്, വയ്യ. സ്നാനമേ നിനക്ക് നമസ്കാരം. ദേവന്മാരെ പിതൃക്കളെ നിങ്ങൾക്കൊക്കെ തർപ്പണം ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കില്ല, അതിനുള്ള കഴിവ് തീർന്നു, മനസ്സുമില്ല. പിന്നെ എന്താ ചെയ്യാൻ പോണത്? എത്ര ക്വാപി നിഷദ്യ, എവിടെയെന്ന് വെച്ചാൽ അവിടെ ഇരുന്ന്, സ്ഥലം നോക്കാതെ, സമയം നോക്കാതെ, സന്ദർഭം നോക്കാതെ. യാദവകുലോത്തം സസ്യ കംസദ്വിഷഃ, കുലോത്തംസനായിരിക്കുന്ന കംസദ്വേഷി ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ നാമങ്ങളോ ചെയ്തികളോ എല്ലാം സ്മാരം സ്മാരമഘം ഹരാമി തദലം മന്യേകി മന്യേന മേ. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഞാൻ എല്ലാവിധത്തിലുള്ള പാപങ്ങളും പോക്കിക്കൊള്ളാം, വേറെ ഒന്നും എനിക്ക് ആവശ്യമില്ല എന്ന്. ഇങ്ങനെ ഒരു ഏകഭക്തി നിങ്ങൾക്കായിക്കൂടെ? എപ്പോഴത്? ഇതിന് വല്ല മുഹൂർത്തമുണ്ടോ? ചേതോദർപ്പണമാർജനം ഭവമഹാദാവാഗ്നി നിർവാപണം ശ്രേയഃ കൈരവ ചന്ദ്രികാ വിതരണം വിദ്യാവധൂജീവനം ആനന്ദാംബുധിവർദ്ധനം പ്രതിമദം പൂർണ്ണാമൃതാസ്വാദനം സർവാത്മസ്നപനം പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം. പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം. ആ കൃഷ്ണപരമാത്മാവിൻ്റെ ശ്രീഹരിയുടെ നാമങ്ങൾ ഇങ്ങനെ പാടുക, അല്ലെങ്കിൽ ജപിക്കുക. ഇതുണ്ടല്ലോ, ചേതോദർപ്പണമാർജനം. നമ്മുടെ മനസ്സ് ഒരു കണ്ണാടി പോലെയാ, തുടയ്ക്കാതെ ഇരുന്നാൽ അപ്പം വരും അതിൽ പൊടിപടലങ്ങളും നീരാവിയുമൊക്കെ. അതിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കണം. അതെപ്പോഴും തുടയ്ക്കാൻ നമുക്ക് എന്താ വഴി? ശ്രീകൃഷ്ണ സങ്കീർത്തനമാണ്. ഭവമഹാദാവാഗ്നി നിർവാപണം, വലിയ കാടും പോലും ദഹിപ്പിക്കാവുന്ന വലിയൊരു അഗ്നി, അതിനെയും തണുപ്പിച്ച് ഇല്ലാതെയാക്കി തീർക്കുന്നതാണ് ഈ ശ്രീകൃഷ്ണ സങ്കീർത്തനം. ശ്രേയഃ കൈരവ ചന്ദ്രികാ വിതരണം. വെളുത്ത താമരപ്പൂ ഉണ്ടല്ലോ, ആ താമരപ്പൂ പോലെ ചന്ദ്രൻ്റെ കിരണങ്ങളെ, ശ്രേയഃ കിരണങ്ങളെ സദാ പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ബ്രഹ്മവിദ്യ ആത്മവിദ്യ, മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ആ ചിന്തയുണ്ടല്ലോ, പരമാത്മമനനം, ആ വധുവിൻ്റെ ജീവനമാണത്. ആനന്ദാംബുധിവർദ്ധനം. ആനന്ദം ഒരു സമുദ്രം പോലെ ആയാൽ അതെങ്ങനെ വർദ്ധിക്കുമോ അതുപോലെ വർദ്ധമാനമാണ്. പ്രതിപദം പൂർണ്ണാമൃതാസ്വാദനം. ഒരേ ദിവസം ചെല്ലുന്തോറും പൂർണ്ണമായിരിക്കുന്ന അമൃതാസ്വാദനമാണത്. സർവാത്മസ്നപനം. സർവ അംഗങ്ങളെയും, ഉള്ളിലുള്ള അംഗങ്ങളെയും, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എല്ലാറ്റിനെയും കുളിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള ശ്രീകൃഷ്ണ സങ്കീർത്തനം പരം വിജയതേ. പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം. അപ്പം ഈശ്വരനെ നാം ഭജിക്കുന്നതോ ആശ്രയിക്കുന്നതോ ഈ മാതിരിയുള്ള ഒരു വിചാരത്തോടു കൂടി വേണം. ഇതിനിപ്പോൾ എന്താ ബുദ്ധിമുട്ട്? അപ്പം മോക്ഷം അനായാസം ലഭിക്കുന്നതോ അതോ കഷ്ടപ്പെട്ട് ലഭിക്കുന്നതോ? ഇങ്ങനെയുള്ള ഒരു മനസ്ഥിതി നിങ്ങൾ വളർത്തി ഉണ്ടാക്കിയാൽ മതി. അതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ എന്തെങ്കിലും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശം, അദ്ദേഹം സർവ്വവ്യാപിയാണ്, സർവജ്ഞനാണ്. അദ്ദേഹം ആവശ്യപ്പെടുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് സ്നേഹം മാത്രമാണ്. ആ സ്നേഹത്തെ ഒരു കയറാക്കി തീർത്ത് അദ്ദേഹം എൻ്റെ ഉള്ളിൽ നിന്ന് പോകാതെ ഇരിക്കത്തക്ക വിധത്തിൽ വരിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ കെട്ടണം. യശോദ അരയിൽ കെട്ടിയത് കൊണ്ടാണ് വലിച്ചോടി പോയത്. കാല് കെട്ടിയിട്ടുണ്ടെങ്കിൽ കൃഷ്ണൻ അനങ്ങിയിട്ടുണ്ടാവില്ല അവിടുന്ന്. ആ തെറ്റെനിക്ക് സംഭവിക്കരുത് എന്ന് പറഞ്ഞ് പാതാരവിന്ദങ്ങളെ വരിഞ്ഞ് കെട്ടാൻ സാധിക്കണം. ഇത് പറയുമ്പോൾ നിങ്ങൾ പേടിക്കുന്നുണ്ടോ അതോ പ്രബുദ്ധരാകുന്നുണ്ടോ? നിങ്ങൾക്കൊരു അറിവ് കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ?
ഇങ്ങനെ അറിവിലൂടെ ശ്രവണത്തിലൂടെ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ കേൾക്കണു. ആ കേൾപ്പിച്ച് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ആ ഉൾപ്പൂട്ട് മുഴുവനും അങ്ങോട്ട് അഴിഞ്ഞു ഉലർന്നു പോവാണ്. ആ അഴിഞ്ഞുലർന്നു പോകുന്നതാണ് നമുക്കിവിടെ ആവശ്യം. ശ്രീകൃഷ്ണ സങ്കീർത്തനം, അതാണ് ഈ നാമസങ്കീർത്തനത്തിൻ്റെ വിശേഷം. ഞാൻ കുറച്ചു നേരം ഒരു നാമം ചൊല്ലിത്തരാം, നിങ്ങൾ ജപിക്കുമോ? നിസ്സാര നാമങ്ങൾ, പക്ഷെ എല്ലാവരും ജപിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവാ. ഹരേ 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 നാരായണ ഹരേ മുകുന്ദ ഹരേ മുകുന്ദ നാരായണ ഹരേ ഹരേ ഹരേ. മനസ്സിലുള്ള കെട്ടൊക്കെ ഒന്ന് അഴിഞ്ഞു പോണുണ്ടോ? ഹരേ രാമ ഗോവിന്ദ കൃഷ്ണ മുരാരേ, ഹരേ രാമ ഗോവിന്ദ കൃഷ്ണ മുരാരേ, ഹരേ രാമ ഗോവിന്ദ കൃഷ്ണ മുരാരേ. അങ്ങനെ വലിച്ചു നീട്ടി പാടുമ്പോഴാണ് നമ്മുടെ ഉൾപ്പൂട്ടുകളൊക്കെ അങ്ങോട്ട്, ജന്മജന്മങ്ങൾ ചെയ്ത പാപങ്ങൾ അത്രയും പോവും. ശരിക്കും ഇങ്ങനെ ഉള്ളു തുറന്നങ്ങോട്ട് പാടാൻ സാധിച്ച അതോടുകൂടി വലിയ ഒരു പ്രസരണം നിങ്ങൾക്ക് അനുഭവപ്പെടും. അത് വിശേഷപ്പെട്ടതാ. തൽക്കാലം നിർത്താം. അദ്വൈതബോധാബ്ജ സഹസ്രരശ്മി ശാന്തേർലതായ കില കൽപ്പവൃക്ഷ സംസാരസന്താപ വിനാശചന്ദ്ര കൃഷ്ണ സദാഹ്ലാദകരോ മമാസ്തു, കൃഷ്ണ സദാഹ്ലാദകരോ മമാസ്തു. ഹരി ഓം ഹരി ഓം ഹരി. എല്ലാവരും കൂടി ഓ ഹരി ഓം തസ്.